നിത്യാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. മുഖ്യമായിട്ട് ഭഗവാന്റെ ബാലലീലകളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഭഗവാൻ അവതരിക്കുന്നത് തന്നെ എന്തിനാ ചോദിച്ചാൽ നമുക്കറിയാം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സജ്ജനങ്ങളെ എല്ലാ പ്രകാരത്തിലും അനുഗ്രഹിക്കാൻ, രക്ഷിക്കാനും ദുർജനങ്ങളെ അവരെ അനുഗ്രഹിക്കാൻ, അവരുടെ ഏതൊരു ശരീരമാണോ പാപകർമ്മം ചെയ്യാൻ കാരണമായിട്ടുള്ള ആ ശരീരത്തെ തന്നെ നശിപ്പിച്ച അവരെ അനുഗ്രഹിക്കാനും ധർമ്മത്തെ നിലനിർത്താനും ഇതാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം. ചുരുക്കി പറഞ്ഞാൽ ധർമ്മത്തെ നിലനിർത്തുക. ധർമ്മമാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. ആ ധർമ്മത്തെ നിലനിർത്തുക എന്നുള്ളത് ഭഗവാന്റെ അനിവാര്യമായിട്ടുള്ള ഒരു ആവശ്യം. അതിനു വേണ്ടിയാണ് ഭഗവാൻ അപ്പോൾ അവതരിക്കുന്നത് എന്ന്. സജ്ജനങ്ങളെ അനുഗ്രഹിക്കാൻ. പരിത്രാണായ സാധുവന. ആരാ ഈ സജ്ജനങ്ങൾ കൈ പൊന്തിക്കുക പറഞ്ഞാൽ ആരാ പൊന്തിക്കാത്ത? എല്ലാവരും കൈ ഞാൻ സജ്ജനാണ് തന്നെ പറയാം. അപ്പോൾ സജ്ജനങ്ങളെ പറഞ്ഞാൽ അതിന് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഏതേ സത്പുരുഷ പരാർത്ഥഘടകാ സ്വാർത്ഥാൻ പരിത്യജ്യേ. അന്യന് വേണ്ടിയിട്ട് തൻ്റെ സ്വാർത്ഥങ്ങളെ ഒഴിവാക്കിയിട്ട് പോലും അന്യന് വേണ്ടി ത്യാഗം അനുഭവിക്കുന്നവർ, അതിന് തയ്യാറായിട്ട് വരുന്നവരാണ് സജ്ജനങ്ങൾ. താൻ ആഹാരം കഴിക്കാതെ ആ ആഹാരം കഴിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് അദ്ദേഹത്തെ ഭക്ഷണം എടുത്തു കൊടുക്കും, താൻ കഴിച്ചില്ലെങ്കിലും വിരോധമില്ല. അതാണ് മഹാത്മാക്കളുടെ ലക്ഷണേ. സാമാന്യാസ്തു പരാർത്ഥം ഉദ്യമഭൃത സ്വാർത്ഥ അവിരോധേനെ. സാധാരണ ആളുകൾ നമ്മളൊക്കെ അന്യന് കൊടുക്കും ഭക്ഷണം, വിരോധമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഊണ് കഴിക്കാണ്ട് കൊടുക്കാം, എനിക്ക് പട്ടിണിയൊന്നും വയ്യ, എൻ്റെ കാര്യമൊക്കെ വെടുപ്പായിട്ട് കഴിയണം, പിന്നെ അന്യന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യാൻ തയ്യാറാവും. അത് കുറേ ഭേദം, തമ്മിൽ ഭേദം. വേറെ ചിലർ സ്വാർത്ഥം ഉപേക്ഷിക്കില്ല. സാമാന്യാസ്തു പരാർത്ഥം ഉദ്യമ സ്വാർത്ഥ അവിരോധേ തേമീ മാനുഷരാക്ഷസാഹ പരഹിതം സ്വാർത്ഥായ നിഘ്നന്തിയെ. മനുഷ്യരൂപത്തിലുള്ള രാക്ഷസന്മാർ, മനുഷ്യനാണെന്ന് തോന്നും കണ്ടാൽ, പക്ഷേ ഉള്ളിൽ മുഴുവൻ രാക്ഷസത്വമാണ്. എന്താ? മറ്റുള്ളവരുടെ നന്മയെ നശിപ്പിക്കുക. മറ്റുള്ളവരെന്തായാലും വിരോധമില്ല, എനിക്ക് സുഖാവണം എന്ന് മാത്രം. അത് മാനുഷരാക്ഷസാഹ പരഹിതം സ്വാർത്ഥായ നിഘന്തി. തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടി മറ്റുള്ളവരുടെ നന്മയെ നശിപ്പിക്കാൻ തയ്യാറാണ്. തൻ്റെ കാര്യം വേണം. വേറൊരാൾ ഭക്ഷണം ചോറ് പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതെടുത്ത് താൻ കഴിക്കുക. അയാൾ കഴിച്ചാലും വേണ്ടില്ല, കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല. അത് കുറച്ച് കഷ്ടമാണ്. അതും സാരില്ല, അതിനേക്കാളും കഷ്ടമുണ്ട്. ഏതുഘന്തി നിരർത്ഥകമ്പരഹിതം. ഒരാവശ്യമില്ല, തനിക്ക് കഴിക്കാനല്ല, മറ്റേ ആളുടെ ചോറ് പാത്രത്തെ ചോറ് എടുത്തിട്ട് വലിച്ചെറിയാം. അയാൾ കഴിക്കൊന്നുമില്ല. വെറുത്ത് മറ്റുള്ളവരെ ദ്രോഹിക്കുക. അവർക്ക് എന്താ പേര് പറയേണ്ടത് എനിക്കറിയില്ല എന്നാണ് ഭർത്തൃഹരി പറയേണ്ടത്. അങ്ങനെയുള്ളവരും ഉണ്ട് ലോകത്ത്. അപ്പോൾ സജ്ജനങ്ങളെന്ന് പറഞ്ഞാൽ അവരവരുടെ സ്വാർത്ഥം ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവർ. അങ്ങനെയുള്ള സജ്ജനങ്ങളെ എല്ലാ കാലത്തും ദുർജനങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. സജ്ജനങ്ങൾ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് ആരുടെയും ഉപദ്രവം ഉണ്ടാവില്ല എന്ന് ധരിക്കേണ്ട, എപ്പോഴും ഉണ്ടാവാം. കാരണം ദുർജനങ്ങൾക്ക് ഒരു ഹോബിയാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളത്. അപ്പം എന്തെങ്കിലും പ്രകാരത്തിൽ നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക, അത് ലോക സ്വഭാവമാണ്. അങ്ങനെ വരുമ്പോൾ ഈ സജ്ജനങ്ങളെ രക്ഷിക്കാൻ ആരും ഉത്തരവാദി? ഭഗവാനാണ് അതിൻ്റെ ചുമതല. അതുകൊണ്ട് ഭഗവാൻ സജ്ജനങ്ങളെ രക്ഷിക്കാനായിട്ടാണ് പലപ്പോഴും അവതരിക്കുന്നത്. അവതരിക്കാതെ തന്നെ ഭഗവാൻ എല്ലാം കാര്യം സാധിച്ചു. എന്തിനാ അവതരിക്കണം? അവതരിക്കാതെ തന്നെ ഭഗവാൻ സങ്കല്പിച്ചാൽ തന്നെ എന്താ അവിടെ നടക്കാത്തത്? എന്തും നടക്കും. പിന്നെ എന്തിനാ അവതരിക്കണത് എന്നാണെങ്കിൽ ഭഗവാൻ അവതരിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ കഥ എന്താ? ഭഗവാൻ കൃഷ്ണാവതാരം എടുത്തത് കൊണ്ടാണ് ഭാഗവതം കിട്ടിയത്, നാരായണീയ ഉണ്ടായത്, ഭഗവത്ഗീത ഉണ്ടായത്. ഭഗവാൻ അവതരിച്ചില്ലെങ്കിൽ ഭാസ്കരൻ നായരുടെ കാര്യം കട്ടപ്പൊക്കെ. ഈ ഗീത പറഞ്ഞിട്ട് അത്രയും കാലം മുഖ്യമായിട്ട് ഗീതയാണ് പറയാറുള്ളത്. ഭാസ്കരൻ നായരുടെ പ്രഭാഷണം പറഞ്ഞാൽ ഏതധ്യായാണെന്ന് ചോദിക്കുക. ഗീതയാണ് മുഖ്യമായിട്ട് വർഷങ്ങളായിട്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഗീത വേണ്ട, ഭാഗവതാക്കി തരുന്ന, കുറച്ചെങ്കിലും ഭാഗവതം ശ്രദ്ധിക്കുമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെയൊക്കെ കാര്യം ഭാഗവത ഉത്തമന്മാരുടെയൊക്കെ കഥ എന്താ? ഭഗവാൻ അവതരിച്ചത് കൊണ്ടാണ് ഭാഗവതവും നാരായണീയവും ഗീതയും എല്ലാം നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് സ്വയം ആസ്വദിക്കുക മാത്രമല്ല, അതുകൊണ്ട് അനേക ആളുകൾക്ക് ആനന്ദവും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവതരിക്കാതെ ഭഗവാൻ ഇതൊക്കെ ചെയ്താൽ എന്താ കഥ എന്താ? അപ്പോൾ അവതരിക്കണം ആവശ്യമാണ്. ഈ ലോകത്തെ കാലാകാലം വരുന്ന തലമുറകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഇതുപോലെ ശ്രീരാമാവതാരം ഇല്ലായിരുന്നെങ്കിൽ രാമായണമില്ല. ഈ കീർത്തനങ്ങൾ മുഴുവൻ എല്ലാ കലകൾക്കും അടിസ്ഥാനം ഭഗവാന്റെ അവതാരമാണ്. എല്ലാ ഡാൻസ്, നൃത്തങ്ങൾ, സംഗീതം, ശാക്യാർകൂത്ത്, കഥകളി, ഭജനകൾ എല്ലാം ഭഗവാന്റെ അവതാരത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ശ്രീരാമാവതാരം ഇല്ലെങ്കിൽ രാമായണം കഥയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രകാരത്തിലും ലോകത്തെ അനുഗ്രഹിക്കാനായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. അവതരിക്കാതെ ഇതൊക്കെ സാധിക്കാം, പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. വരാൻ പോകുന്ന തലമുറ 5000-ലധികം കൊല്ലങ്ങൾ മുമ്പാണ് ഭഗവാന്റെ അവതാരം. ഇപ്പോഴും നമ്മൾ ആ അവതാര ലീലകൾ വർണ്ണിച്ചുകൊണ്ട് അത് ആനന്ദിച്ചുകൊണ്ട് പറയുന്നവനും കേൾക്കുന്നവർക്കും ഒരുപോലെ ആനന്ദം എന്ന് മാത്രമല്ല, കടുത്തതായ ദുഃഖം വരുമ്പോൾ
എങ്ങനെ അതിജീവിക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഈ ഭാഗവതോ ഗീതയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതമായിട്ടുള്ള മനോബലം നമുക്ക് കിട്ടുന്നു. പലപ്പോഴും എനിക്ക് ഫോണുകൾ വരാറുണ്ട്. ഞാൻ ആത്മഹത്യയുടെ വക്കത്ത് വരെ എത്തിയതാ മാഷെ. പക്ഷേ വർഷങ്ങളായിട്ട് മാഷയുടെ ഗീതാജ്ഞാനയജ്ഞം കേട്ട് ആ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഓരോന്നും എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ലാൻ തീരുമാനിച്ചു. ഇങ്ങനെ അനേകം ആളുകളുടെ ഫോൺ വരുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. അനേക ആളുകൾക്കത് ഉപകരിച്ചു എന്ന് വന്നാൽ എത്ര ആനന്ദമാണ്, ആലോചിച്ച് നോക്കും. അതാണ് ഗീതയുടെ ഭാഗവതത്തിൻ്റെയൊക്കെ മഹത്വം. വെറും കഥകൾ കേൾക്കൽ മാത്രമല്ല, ഒരു മനുഷ്യൻ അറിയേണ്ടതായ സകല തത്വസംഹിതകളും ഭാഗവതത്തിലൂടെ, ഗീതയിലൂടെ, രാമായണത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുക. അത് വലിയ അനുഗ്രഹമാണ്. ഇതൊക്കെ പാഠപുസ്തകത്തിൽ വരേണ്ടതാണ്. പണ്ടൊക്കെ രാമായണമൊക്കെ ഉണ്ടായിരുന്നു, ലക്ഷ്മണോപദേശമൊക്കെ ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിക്കാനേ. ഒരു തവണ ഞാൻ ഓർക്കാൻ, ചെറുവണ്ണൂർ ഹൈസ്കൂളാണ്, അവിടെ ഞാൻ രാമായണമൊക്കെ പ്രഭാഷണം ചെയ്യുന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് അവിടെ ഒരു മുസ്ലിം മാഷാണ്, മലയാളം. അദ്ദേഹം പറഞ്ഞു, ലക്ഷ്മണോപദേശം മാഷോ എന്ന് പറയൂ എന്ന് പറഞ്ഞു. ഒരു ദിവസം കുട്ടികൾക്ക് വേണ്ടി ലക്ഷ്മണോപദേശം പറയാൻ തുടങ്ങി. 10ാം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും 9ാം ക്ലാസ്സിലുള്ളവരൊക്കെ വന്നു. അവർക്ക് എല്ലാം എന്നെ പരിചയമുണ്ടല്ലോ. അങ്ങനെ സ്കൂൾ വിട്ട ടീച്ചേഴ്സ് വന്നു, പ്രിൻസിപ്പാൾ വന്നു, എല്ലാവരും വന്നിരുന്നിട്ട് 2 മണിക്കൂർ നേരം ലക്ഷ്മണോപദേശം ക്ലാസ് എടുത്തു. എല്ലാവർക്കും വളരെ സന്തോഷമായി. പ്രിൻസിപ്പാൾ പറഞ്ഞു, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ പ്രഭാഷണങ്ങൾ വെക്കാനായിട്ട് പറഞ്ഞു. അപ്പം അത്രയും എസൻസ്, എന്തെല്ലാം പഠിക്കാനുണ്ട് ഒരു മനുഷ്യന്, അതെല്ലാം അതിൽ ഒതുങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. അങ്ങനെ നല്ലതൊന്നും പഠിപ്പിക്കരുതെന്ന് പ്രത്യേക നിയമമുണ്ടപ്പോൾ. അങ്ങനെ എങ്ങാനും കുട്ടികൾ നന്നായി പോയാലോ എന്ന് വിചാരിച്ചിട്ടോ എന്തോ വല്ലാത്തൊരു കഷ്ടമാണ്. ഈ ഭഗവത്ഗീതയൊക്കെ ശരിക്കും ചൊല്ലാനല്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊരു മനോബലം, ജീവിതം തന്നെ എന്തൊരു ആനന്ദമായിട്ട് മാറും. അതൊക്കെയല്ലേ പഠിപ്പിക്കേണ്ടത്. അന്യരാജ്യങ്ങളിലുണ്ട്, പക്ഷേ നമ്മുടെ രാജ്യത്ത് മാത്രമേ അത് വർഗീയമാവുന്നുള്ളൂ. അവിടെയൊക്കെ സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ പറ്റുള്ളൂ. പോട്ടെ, ഏതായാലും ആ ഭഗവാൻ അവതരിച്ചതുകൊണ്ട് എന്തെല്ലാം അനുഗ്രഹമാണ് ഉണ്ടായത്. ഈ ഭഗവാന്റെ അവതാര ലീലകളൊക്കെ ദിവ്യമാണ്. ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വത തെക്വാദേഹം പുനർജന്മനൈതി മാമേതി സർജന. ഭഗവാന്റെ ജന്മവും കർമ്മവും ഒക്കെ ദിവ്യമാണ്. ദിവ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾ ജനിക്കുന്നത് പോലെ കർമ്മം ചെയ്യുന്നത് പോലെയാണോ ഭഗവാന്റെ അവതാരവും ലീലകളൊക്കെ? അത്ഭുതമാണ്, ദിവ്യമാണ്. നമുക്കറിയാതെ ദിവ്യമായിട്ടുള്ള ജന്മം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് അവതരിക്കുന്നത്. നമ്മളൊന്നും നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല. നമ്മുടെ കർമ്മഫലം അനുഭവിക്കാൻ പറ്റിയ കുടുംബത്തിൽ, അതിനെ പറ്റിയ ചുറ്റുപാടിൽ പോയിട്ട് നമ്മൾ ജനിക്കുകയാണ്. നമ്മുടെ പിടിയിലല്ല തന്നെ. ഭഗവാൻ അങ്ങനെയല്ല. എവിടെ ജനിക്കണം, ആരുടെ മകനായിട്ട് ജനിക്കണം, ഇതൊക്കെ ഭഗവാൻ നേരത്തെ തീരുമാനിക്കും. എന്നിട്ട് തൻ്റെ മായയെ താൻ തന്നെ സ്വീകരിച്ചു. പ്രകൃതിയും സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായ, തൻ്റെ പ്രകൃതിയെ താൻ തന്നെ സ്വീകരിച്ചുകൊണ്ട്, തൻ്റെ മായയെ താൻ തന്നെ അംഗീകരിച്ചുകൊണ്ട് ഭഗവാൻ അവതരിക്കുക. നേരത്തെ വിളംബരം ചെയ്യും ഭഗവാൻ. ഇപ്പോൾ ദേവകി വസുദേവന്മാരുടെ വിവാഹം കഴിഞ്ഞ് അവരെ കൊണ്ടുപോകുന്ന അവസരത്തിൽ കംസന് അനേകം ആളുകൾ കാണാൻ വന്ന് നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ കംസന് തോന്നുന്നത് ഞാൻ തന്നെയാവാം തേര് തെളിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ തേര് തെളിച്ചു എന്നും. അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്നൊരു അശരീരി ഉണ്ടായത്. അസ്യാസ്ത്വാം അതിദുഷ്ടം അഷ്ടമസുതോ ഹന്തേതി ഹന്തേരിത. ആരെയാണോ നീ ഇത്ര വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി കൊണ്ടുപോകുന്നത്, അവളിലുണ്ടാകുന്ന 8ാമത്തെ പുത്രൻ തന്നെ കൊല്ലും എന്ന് കേട്ട മാത്രയിലെ കംസൻ്റെ കഥ എന്താ ആലോചിച്ച് നോക്കൂ. രജോഗുണത്തിൻ്റെ വിഗ്രഹമാണ്, മൂർത്തിയാണ് അദ്ദേഹം. തനിക്ക് അനിഷ്ടമായിട്ടുള്ളൊരു വാക്ക് കേൾക്കാൻ വയ്യ. അത് കേട്ടതോടുകൂടി തേരിൽ നിന്ന് ചാടി ഇറങ്ങി ദേവകിയെ പിടിച്ച് താഴെ ഇട്ടു. ഇവളുടെ 8ാമത്തെ പുത്രൻ എന്നെ കൊല്ലും, ഇവളെ തന്നെ ഞാനിപ്പോൾ കൊല്ലും, പിന്നല്ലേ 8ാമത്തെ പുത്രൻ വരുന്നത് എന്ന് പറഞ്ഞ് വലിച്ചിട്ട് നിറഞ്ഞ ജനങ്ങൾ കൂടി നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊല്ലാനായിട്ട് ഭാവിക്കുക. വാള ഊരി വസുദേവരെന്ത് ചെയ്യും? പാവം അദ്ദേഹം ഇറങ്ങിയിട്ട് നടുക്ക് വന്ന് നിന്നു. അങ്ങ് എന്തായി ചെയ്യുന്നത്? വാസ്തവത്തിൽ അങ്ങക്ക് എന്തുമാത്രം ഒരു സൽകീർത്തിയുണ്ട്. അതിനൊക്കെ കളങ്കം ചാർത്തുന്നതല്ലേ ഈ പ്രവൃത്തി. അതുകൊണ്ട് ചെയ്യരുത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതൊന്നും അവിടെ ഏൽക്കണില്ല. എന്ത് പറഞ്ഞാലും പറഞ്ഞിട്ട് മാറി നിൽക്കട്ടെ, എന്നിട്ട് വേണം ഇവളെ കൊല്ലാൻ. അവസാനം ഈശ്വര എന്ത് പറഞ്ഞിട്ട് തൽക്കാലം ഒന്ന് രക്ഷിക്കണ്ടേ? അവസാനം ഒരു സൂത്രം തോന്നി, ഭഗവാൻ തോന്നിച്ചു എന്ന് പറയാ. ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ഇവളല്ലല്ലോ അങ്ങയെ കൊല്ലുന്നു കേട്ടത്, അത് സത്യമാവോ ആർക്കറിയാം? ഇവൾ 8ാമത്തെ പുത്രനെ ഇവൾ പ്രസവിക്കുമോ, പ്രസവിച്ചാൽ 8 പ്രസവിക്കുമോ, 8ാമത്തെ പുത്രനാവോ, ഇതൊന്നും നമുക്കറിയില്ല. ഇനി അങ്ങനെയൊക്കെ ആണെന്ന് തന്നെ വയ്ക്കുക. പെട്ടെന്നാവില്ലല്ലോ 8 കുട്ടികളുണ്ടാവുക എന്നുള്ളത്. 8 വർഷം പിടിക്കില്ല. ഇനി ഇരട്ട പ്രസവിച്ചാൽ 4 കൊല്ലെങ്കിലും പിടിക്കില്ലേ. അതുകൊണ്ട് ദയവായിട്ട് അങ്ങ് ചെയ്യരുത്. ഈ ഇവളിലുണ്ടാകുന്ന പുത്രന്മാരെ പുത്രാൻ സമർപ്പയിഷ്യേ അസ്യാഹ യതസ്തേ ഭയമുഖ്യത. ഏതേത് കുട്ടികൾ എന്നെ കൊല്ലു എന്ന് അങ്ങ് ഭയപ്പെടുന്നു, ആ കുട്ടികളെ അതാത് സമയത്ത് ഞാൻ അങ്ങേക്ക് കൊണ്ടെത്തന്നോളാം. അവരെ കൊന്നോളൂ. എന്തിനാണ് ഇവളെ കൊല്ലണത്? അങ്ങേക്ക് നല്ലൊരു പേരുള്ളത് എന്തിനാണ് കളയണത്? സൽകീർത്തിക്ക് കളങ്കം വരുന്നതല്ലേ ഈ പ്രവൃത്തി. പെരുവഴിയിൽ വെച്ചിട്ട് വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ സ്വന്തം സഹോദരിയെ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകമുള്ള കാലം ചീത്തപ്പേര് നിൽക്കും. ചെയ്യരുത്. അങ്ങയ്ക്ക് വേണ്ടിയായി പറയണത്, ഹംസന് വേണ്ടിയാണ് പറയണത് തോന്നും. അങ്ങനെ പറയണല്ലോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തോന്നി അത് ഒരു കാര്യം. അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്.
അത് വേണ്ട, ശരി, ആ മക്കളെ അതാ സമയത്ത് കൊണ്ടുത്തന്നാൽ മതി എന്ന് തോന്നിയിട്ട് വിട്ടു. അതായത് ഭഗവാൻ തോന്നിക്കുകയാണ്. ബുദ്ധി കർമാനുസാരണി. എന്തൊരു കർമ്മം അനുഭവിക്കാനുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ബുദ്ധി തിരിയാണ്. ദേവകിയെ കൊല്ലാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരു വാക്ക് കേട്ട എന്നാ വേണ്ട, അവളെ വേണ്ട, അതായത് കുട്ടികളെ അപ്പം അതാ സമയത്ത് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പുത്രാൻ സമർപ്പേഷി അസ്യാഹ യതസ്തേ ഭയമുത്തി. ഏതേത് കുട്ടികൾ എന്നെ കൊല്ലു എന്ന് ഭയപ്പെടുന്നു, ആ കുട്ടികളെ അതാത് സമയത്ത് കൊണ്ടുതന്നോളാം. ഇപ്പോൾ ഒരു സംശയം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം 8ാമത്തെ കുട്ടിയെ മാറ്റിയാലോ ഇടുന്നു. അപ്പോൾ അതൊരു സത്യഭംഗല്ലേ? അതില്ല. കാരണം എന്നെ കൊല്ലു എന്ന് ഭയപ്പെടുന്ന കുട്ടികളെ കൊണ്ടുതരാമെന്നാണ്. ഭയപ്പെടാത്ത കുട്ടിയെ കൊണ്ടുതരില്ല എന്ന് അതിൻ്റെ ഉള്ളിൽ അർത്ഥം ഉണ്ടല്ലോ. അപ്പോൾ 8ാമത്തെ കുട്ടിക്ക് ഭയമില്ല, ആ കുട്ടിയെ അവിടുന്ന് മാറ്റം ചെയ്തു. അപ്പോൾ സത്യത്തിന് വിരോധമൊന്നുമില്ല. ഏതായാലും അങ്ങനെ പറഞ്ഞു. അപ്പോഴൊരു വേറൊരു സംശയം. ഇപ്പോൾ ദേവകിയെ ഒരാളെ കൊല്ലുന്നത് കണ്ടാൽ മതി, ഇനി കുട്ടികളെ ജനിക്കും ഓരോ കുട്ടികളെയും ഈ മഹാഭാവി കൊല്ലുന്നത് കാണണ്ടേ? അത് അച്ഛന് സഹിക്കാൻ സാധിക്കുമോ എന്നാണെങ്കിൽ അങ്ങനെയല്ല. തൽക്കാലം അവളെ രക്ഷിക്കാം. പിന്നെ ചിന്തിക്കാൻ സമയമുണ്ടല്ലോ. ഇപ്പോൾ കൊന്നു കഴിഞ്ഞിട്ട് അയ്യട അങ്ങനെ പറയായിരുന്നു എന്നാൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും തൽക്കാലം രക്ഷിക്കുക, അതിനു വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ സമയമുണ്ടല്ലോ ചിന്തിക്കാൻ. അതായത് ഈ ഒരിക്കലും ഒരു മഹാരാജാവിന് ഒരു കുമ്പാരനോട് എന്തെന്നില്ലാത്തൊരു ദേഷ്യം വന്നു. അവനെ കൊല്ലണം എന്ന് തോന്നി രാജാവിന്. ഒരു കാരണം കൂടാതെ ഒരു ശിക്ഷിക്കാൻ പാടില്ല രാജാവ്. അപ്പോൾ ലോകം മുഴുവൻ അറിയാലോ രാജാവിന് ചീത്തപ്പേരാവില്ലേ. അപ്പോൾ ഒരു സൂത്രം, ആ കുമ്പാരനെ വിളിച്ചു രാജാവ്. നീ വലിയൊരു പാത്രം കലം ഉണ്ടാക്കണം. ഓ ഉണ്ടാക്കാം. കുമ്പാരനറിയാം രാജാവിന് എന്നോട് ദേഷ്യമുണ്ടത്, കാരണം കൂടാതെ ശിക്ഷിക്കാനും വയ്യല്ലോ. കാരണം ഉണ്ടാക്കുകയാണ് രാജാവ്. കുറച്ച് വലിയ പാത്രമാണ്. എത്ര പാത്രം? ഈ ആനയെ കൗത്തി വയ്ക്കാൻ പറ്റിയ ഒരു കലം ഉണ്ടാക്കണം. ആനയെ കൗത്തി വയ്ക്കാൻ പറ്റിയ ഒരു മൺകലം ഉണ്ടാക്കാൻ പറ്റുമോ കുമ്പാരന്? പറ്റുമോ ചോദിച്ചോ? പറ്റും. പറ്റില്ല പറഞ്ഞാൽ അപ്പം തന്നെ കൊല്ലും. അപ്പോൾ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് കാലം പിടിക്കും, ഒരു 10-12 വർഷം വേണ്ടി വരും. അങ്ങനെ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കലം ഉണ്ടാക്കുന്നത്. അതായത് ഇവിടെ വിരോധമില്ല, 12 കൊല്ലം കഴിഞ്ഞാലെങ്കിലും ഇവനെ ശിക്ഷിക്കാമല്ലോ. ശരി, അങ്ങനെ കുറച്ച് പൈസ 10,000 ഉറുപ്പ്യ വേണം. അന്ന് 10,000 ഉറുപ്പ്യ എന്നൊക്കെ പറഞ്ഞാൽ 10,000 കോടിയാണ്. ശരി, 10,000 ഉറുപ്പ്യ ഖജനാവിൽ നിന്ന് കൊടുക്കാൻ ഓർഡറാക്കി 10,000 ഉറുപ്പ്യ വാങ്ങി ഈ കുമ്പാരൻ പോയി. സുഖമായിട്ട് വീട്ടിൽ പോയിട്ട് സദ്യ, ഗംഭീരമായിട്ടുള്ള ജീവിതം, പരമാനന്ദം. ഭാര്യ ചോദിച്ചു, എന്താ മനുഷ്യൻ നിങ്ങൾ ഈ കാണിക്കുന്നത്? 10,000 ഉറുപ്പ്യ വാങ്ങിയിട്ട് ഇത് നമുക്ക് ഇങ്ങനെ കലം ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ അങ്ങ് കാണിക്കുക? അങ്ങ് കൊല്ലില്ല. കൊല്ലലിപ്പോൾ പറഞ്ഞ വയ്യ പറഞ്ഞപ്പോൾ തന്നെ കൊല്ലും. 10-12 കൊല്ലം സമയമുണ്ട്, സുഖമായിട്ട് ജീവിച്ചൂടെ? 12 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും എന്താവുക? ഒന്നുകിൽ ആന പെടും, അല്ലെങ്കിൽ അരശ്യപ്പെടും, അല്ലെങ്കിൽ ഞാൻ പെടും. ഒന്നുകിൽ ആന ചത്തുപോയി വിചാരിക്കുക 12 കൊല്ലത്തിനിടയ്ക്ക്, പിന്നെ ഇപ്പോൾ കാലം അവരുടെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ അരശ്യപ്പെടും, അല്ലെങ്കിൽ രാജാവ് തീപ്പെട്ട് പോയി, അപ്പോഴും ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പെടാം, ഞാൻ മരിച്ചാലും ആവശ്യമില്ല. എങ്ങനെയാലും 12 കൊല്ലം പൊടിപാറി ജീവിക്കാമല്ലോ. അപ്പോഴേക്കും എന്തൊക്കെ മാറ്റം വരെ ആര് കണ്ടു? അതുപോലെയാണ് ഇപ്പോൾ ഇതുണ്ടായത്. മക്കളെ കൊല്ലുക, മക്കളെ ഉണ്ടാവുക, അതൊക്കെ കാലം സമയം. ഇപ്പം സമയം തൽക്കാലം അവളെ രക്ഷിക്കുക, ഇതാണ് ലക്ഷ്യം. അതാണ് ഭഗവാൻ തോന്നിക്കുകയാണ്. ബുദ്ധി കർമാനുസാരണം. എന്തൊരു കർമ്മം അനുഭവിക്കണോ അതിനനുസരിച്ച് നമ്മുടെ ബുദ്ധി തിരിയാണ്. ഏതായാലും തൽക്കാലം അവിടുന്ന് രക്ഷപ്പെടുക. അപ്പം നമ്മളൊക്കെ ഭഗവാന്റെ അവതാരവും നമ്മുടെ ജനനോ എന്ന് പറയാം, നമ്മൾ ഒരുപോലെയല്ല. ഭഗവാൻ നേരത്തെ അനൗൺസ് ചെയ്യും, ഞാൻ ഇന്ന ആളുടെ പുത്രനായിട്ട് അവതരിക്കാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്യാൻ ഭഗവാന് സാധിക്കും. നമുക്ക് സാധിക്കില്ല. നമ്മളെവിടെയോ ഒന്ന് ജനിച്ചു പോയി, നിവൃത്തിയില്ല. നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ NOC ഒന്നും ഇല്ലാണ്ട് അക്കരെ പോയി ജനിച്ചായിരുന്നാൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇവിടെ ജനിക്കുകയാണ്, എവിടെ നമ്മുടെ കർമ്മം അനുഭവിക്കാൻ എവിടെയൊക്കെ ജനിക്കണം അവിടെ ഒന്ന് ജനിക്കുക എന്നുള്ളതാണ് മുമ്പേ പറയാൻ നമുക്ക് സാധ്യത. മുമ്പ് പറഞ്ഞാലും നടക്കാൻ പോകില്ല. കുഞ്ഞുമാളും അമ്മയുടെ 5ാമത്തെ മകനായിട്ട് ഞാൻ വരാൻ പോകുന്നു ഒരാൾക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞാലും നടക്കൂല. കാരണം അതങ്ങനെയാണ്. ഈ സ്റ്റേറ്റ് ലെവൽ യൂത്ത് ഫെസ്റ്റിവലിന് മലയാള പദ്യം ചൊല്ലൽ മത്സരത്തിൽ മിക്കവാറും കുട്ടികളൊക്കെ ഒരേ ഒരു പദ്യം, റെക്കോർഡിലുള്ള പദ്യമുണ്ടേ, റെക്കോർഡ് ചെയ്ത് സാധാ ചെല്ലണത്. 12 മക്കളെ പെറ്റൊരമ്മേ നിൻ്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. ഇത് 8-10 കുട്ടികൾ ഇതേ കവിത ചെല്ലണത്. അപ്പോൾ അത് ഒരു ഭ്രാന്തനുണ്ട് അവിടെ തെരുവില്ല. അവിടെ ഇങ്ങനെ കേട്ട് യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞു, പന്തൽ പൊളിച്ചു, എല്ലാവരും പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ഭ്രാന്തൻ ആ പീഡിയ കോലാമ്പിലിരുന്ന് ഇതിങ്ങനെ ചെല്ലുക, 12 മക്കളെ പെറ്റൊരമ്മേ നിൻ്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. പിന്നെ 13 മക്കളെ പെറ്റൊരമ്മേ, പിന്നെ അങ്ങനെ 18 മക്കളെ പെറ്റൊരമ്മേ എന്ന് വരെ ചൊല്ലി. അപ്പോൾ ഒരാളിതിങ്ങനെ കേൾക്കുകയാണ്. നിർത്തി അയാൾ. അപ്പോൾ നിർത്തിയോ ചോദിച്ചു. അപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, ഞാനല്ല നിർത്തിയത്, അവൾ പേര് നിർത്തി, അതിന് ഞാൻ എന്താക്കാനാ? 18 കഴിഞ്ഞപ്പോഴേ അതുമാതിരി 5ാമത്തെ മകനായിട്ട് ജനിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ 2 കഴിയുമ്പോഴേക്ക് കല്യാണിക്കുട്ടിയാകുമ്പോൾ പ്രസവം നിർത്തിയാൽ മകൻ അവതരിക്കാൻ പോകുന്നുണ്ടോ? ഇതൊന്നും നമ്മുടെ പിടിയിലല്ല. ഭഗവാൻ അങ്ങനെയല്ല, എന്തൊന്ന് സങ്കല്പിക്കണമെന്ന് നടത്തിയിരിക്കും ഭഗവാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ കൃഷ്ണാവതാരവും രാമാവതാരവും തമ്മിൽ തന്നെ വളരെ 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 വ്യത്യാസങ്ങൾ കാണാം നമുക്ക്. രണ്ടും ഭഗവാന്റെ അവതാരം. എന്താ അതിങ്ങനെ വ്യത്യാസം ചോദിച്ചാൽ അങ്ങനെയാണ് എന്ന് മാത്രമേ അതിന് മറുപടി ഉള്ളൂ. ഇപ്പോൾ ചിലർ ചോദിച്ചു, സത്യസായി ബാബ ലോകത്ത് എവിടെയും യാത്രയില്ല, ഇവിടെ ഇന്ത്യയിൽ തന്നെ ഇരിക്കുക, കാണേണ്ടവരൊക്കെ ലോകത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് വരും. അമൃതാനന്ദമയി അമ്മ അങ്ങനെയല്ല, ലോകം മുഴുവൻ പോകുന്നു. എന്തിനാ ഇത് എന്ന് ചോദിച്ചാൽ ബാബ പറയണത് ശർക്കര ഇരിക്കുന്ന ഇടത്തേക്ക് ഉറുമ്പ് തന്നോളും, എവിടെ ഇരുന്നാൽ അവിടെ ഇരുന്നാൽ മതി, വരണ്ടവർ ഇവിടെ വന്നോളുന്നാ. അപ്പം അമ്മോട് ചോദിച്ചു,
അമ്മ എന്തിനാ ഈ ലോകം മുഴുവൻ പോണത്? ബാബ പറഞ്ഞതാ ശരി, ശർക്കര ഇരിക്കുന്നിടത്ത് ഉറുമ്പ് വന്നോളും. പിന്നെ ഞാനെന്താ വെച്ചാൽ അവിടെയുള്ള ഉറുമ്പ് ബാബ ഇങ്ങോട്ട് വരണ്ട എന്നുവെച്ചാൽ ഞാൻ അങ്ങോട്ട് പോവാനാ പറഞ്ഞു. അവർക്ക് എന്തിനും മറുപടി ഉണ്ട്. അവരുടെ ആലോചിച്ച് നോക്കണം, അത്ഭുതമാണ്. അപ്പം അതുപോലെ ഓരോരോ അവതാരങ്ങൾ. അതുമാതിരി അമ്മ ദർശനം, ബാബ ദർശനം കൊടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ വന്നിരിക്കും പുട്ടവർത്തിയിൽ. ആ കൃത്യസമയത്ത് ബാബ ഇങ്ങനെ ആളുകളുടെ ഇടയിൽ കൂടെ ഒന്നിങ്ങനെ ഇറങ്ങി നടക്കും. അമ്മ അങ്ങനെയല്ല, ഓരോരുത്തരെ വിളിച്ച് ലൈൻ 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ലൈൻ നിൽക്കണതേ. ഓരോരുത്തരെയും വിളിച്ച് മോനെ മോളെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുക. ഇത് എവിടെ ചെന്ന് അവസാനിക്കുക? 24 മണിക്കൂർ അമ്മ രാത്രിയും പകൽ ഉറക്കൊഴിച്ചിരിക്കുക അവിടെ. അതുകൊണ്ട് പുട്ടവർത്തിയുടെ മാതിരി പോരെ എന്ന് അഭിപ്രായം ചോദിക്കേണ്ടായി കോഴിക്കോട് വെച്ചിട്ട്. അപ്പം അമ്മ പറഞ്ഞ മറുപടി, അവിടെ അങ്ങനെ തുടങ്ങി, അമ്മ ഇങ്ങനെ തുടങ്ങി. അമ്മയ്ക്ക് അതിന് വിഷമമില്ല. അപ്പം എത്ര മണിക്കൂർ ഇരിക്കാനും അമ്മയ്ക്ക് വിഷമമില്ല. അതാണ് ഓരോരോ ദിക്കിൽ ഓരോരുത്തർ എന്താ അങ്ങനെ ചോദിച്ചാൽ അത് അങ്ങനെയാണെന്നല്ലാതെ അതിന് മറുപടിയില്ല. അതുമാതിരി കൃഷ്ണാവതാരമോ രാമാവതാരം എത്ര ഒക്കെ ഭഗവാന്റെ അവതാരം തന്നെയാണ്, പൂർണ്ണാവതാരങ്ങൾ തന്നെയാണ് പറഞ്ഞാൽ. അപ്പോൾ പക്ഷേ വളരെ വളരെ വ്യത്യാസങ്ങളുണ്ട്. ശ്രീരാമാവതാരം കൊട്ടാരത്തിലാണ് അവതരിക്കുന്നത്. ആദ്യം തന്നെ ഐശ്വര്യത്തിൽ നിന്ന് എടുക്കാണ്. ഗർഭേശ്വരത്വം, അഭിനവ യൗവനത്വം, അപ്രതിമരൂപത്വം, ഇതൊക്കെ അനർത്ഥങ്ങളുടെ പരമ്പര. ഗർഭേശ്വരത്വം, ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഈശ്വരനായിട്ട് വലിയ ധനികനായിട്ട് ജനിക്കുക ഒരു കുട്ടിയെന്ന് വന്നാൽ അതൊക്കെ അപകടമാണ്. അഭിനവ യൗവൻ, നല്ല യൗവനത്തോടു കൂടിയിരിക്കുക. അപ്രതിമ രൂപത്വം, അമാനുഷമായ സൗന്ദര്യം ഉണ്ടാവുക. ഇതൊക്കെ അനർത്ഥത്തിൻ്റെ എല്ലാതും അനർത്ഥത്തിന്. ഇതെല്ലാം കൂടെ കൂടിയാത്ത കഥ പറയാനുമില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ശ്രീരാമന് ഒരു അനർത്ഥം ഉണ്ടായിട്ടില്ല. ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ധനിക കുടുംബത്തിലല്ലേ ജനിച്ചത്. പിന്നെ അതിസൗന്ദര്യനാണ്. ശ്രീരാമനെ പോലെ സൗന്ദര്യം ശ്രീകൃഷ്ണ ഭഗവാനുണ്ടോയെന്ന് ശരിയാണ്. കാരണം ശ്രീരാമൻ്റെ സൗന്ദര്യം കണ്ട് മോഹിച്ചിട്ട് ദണ്ഡകാരണത്തിലെ മഹർഷിമാർ ശ്രീരാമൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് മതി വന്നില്ല. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു അവരോട്, എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം ആസ്വദിക്കാൻ നിന്ന് തരാൻ നേരമില്ല, അടുത്ത അവതാരത്തിൽ ഞാൻ നിന്ന് തരാമെന്നാണ്. പുരാമഹർഷയ സർവേ ദണ്ഡകാരണ്യവാസിന ദൃഷ്ട്വാ രാമം ഹരിം തത്ര ഭോക്തുമൈച്ഛൻ സുവിഗ്രഹം. ആ ശ്രീരാമൻ്റെ സൗന്ദര്യം കണ്ടിട്ട് മഹർഷിമാർക്ക് കണ്ടിട്ട് ആസ്വദിച്ചിട്ട് മതിയാവില്ല. അപ്പോൾ അവരോട് പറഞ്ഞു, അടുത്ത അവതാരത്തിൽ ഞാൻ നിന്ന് എനിക്കിപ്പോൾ സമയമില്ല. തേ സർവേ സ്ത്രീത്വമാപന്ന സമുദ്ഭൂതാശ്ച ഗോകുല. അവരൊക്കെ സ്ത്രീകളായിട്ട് ഗോകുലത്തിൽ വന്ന് ഗോപസ്ത്രീകളായിട്ട് ജനിച്ചു. ഹരിം സംപ്രാപ്യ കാമേന തതോ മുക്താഭവാർണ. കാമത്തോടുകൂടി ഭഗവാനെ ആശ്രയിച്ചു. അവരൊക്കെ സംസാര സമുദ്രത്തിൽ നിന്ന് മുക്തകളായി തീർന്നതാണ്. അത്രയേറെ സൗന്ദര്യമാണ് ശ്രീരാമചന്ദ്രൻ. അപ്പോൾ സൗന്ദര്യമുണ്ട്, അപ്രതിമ രൂപത്വം, അമാനുഷ ശക്തികളുമുണ്ട് ശ്രീരാമചന്ദ്രൻ. ഇതൊക്കെ അനർത്ഥത്തിന് കാരണമാണ്. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചാണ്. അവതാര പുരുഷന്മാർക്ക് ഇതൊന്നും അനർത്ഥത്തിനല്ല. ശ്രീരാമൻ്റെ അവതാരം ശ്രീരാമചന്ദ്രനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അനുഗ്രഹമാവുകയാണ് ചെയ്തത്. ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത് അവിടെ ജയിലിലാണ്. നോക്കൂ, രണ്ടറ്റാണ്. പക്ഷേ എന്താ അങ്ങനെയാണെന്ന് മാത്രമേ ഇതിന് മറുപടിയുള്ളൂ. ഒരാൾ സൂര്യവംശത്തിലാണ് ശ്രീരാമചന്ദ്രനെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചന്ദ്രവംശത്തിലാണ്. ശ്രീരാമചന്ദ്രൻ ഒരച്ഛനും ഒരമ്മയും മാത്രമേ ഉള്ളൂ. ഇവിടെ അത് പോരാ, രണ്ടച്ഛനും രണ്ടമ്മയാണ്. ദേവകി വസുദേവന്മാരുണ്ട്, നന്ദഗോപുര യശോദയുണ്ട്. അങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ. അപ്പോൾ അത്ഭുതമാണ് ഓരോന്നും. ശ്രീരാമന് ഒരു വാക്കേ ഉള്ളൂ, അത് മാറുന്ന പ്രശ്നമില്ല. ദ്വിശരം നാഭിസന്ധത്തെ രാമോദ്യുരൻ നാഭിഭാഷതെ. ഒരു ലക്ഷ്യത്തിലേക്ക് 2 അസ്ത്രം അയക്കേണ്ടി വരാറില്ല ശ്രീരാമൻ. ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും, അത് പാലിച്ചിരിക്കും, നിർബന്ധമാണ്. ഇതാണ് ശ്രീരാമൻ്റെ അവസ്ഥ. ശ്രീകൃഷ്ണ ഭഗവാന് അങ്ങനെയൊന്നുമില്ല. തൻ്റെ വാക്കിനൊന്നും വലിയ പ്രാധാന്യമില്ല. തൻ്റെ വാക്ക് തെറ്റിയാലും തൻ്റെ ഭക്തൻ്റെ വാക്ക് തെറ്റരുതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ. ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞു ഭഗവാൻ യുദ്ധത്തിൽ. ഭീഷ്മർ പറഞ്ഞു ഞാൻ ആയുധം എടുപ്പിക്കുന്നു പറഞ്ഞു. അവസാനം ഭഗവാൻ ആയുധം എടുത്തു. എന്തിന്? ഭീഷ്മരുടെ വാക്ക് തെറ്റരുത്. തൻ്റെ വാക്ക് തെറ്റിയാലും ഭക്തൻ്റെ വാക്ക് തെറ്റാൻ പാടില്ല. അതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓരോ വ്യത്യാസം നോക്കുക. അതാണ്. ഇതുപോലെ ഓരോ കാര്യങ്ങളും. ജ്ഞാനമൂർത്തിയാണ് ശ്രീരാമചന്ദ്രൻ. മറ്റേത് ജ്ഞാനമൂർത്തിയാണ്, പക്ഷേ പ്രേമമൂർത്തിയാണ്. തന്നെ പ്രേമിക്കുന്നവർക്ക് തന്നെ കൊടുക്കാൻ തയ്യാറാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീരാമന് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. യാഗം നടത്താൻ വേറെ 2ാമത് ഭാര്യ വേണം. ഭാര്യ ഉപേക്ഷിച്ചിട്ടുണ്ട്. അവസാനം ഭാര്യയുടെ വിഗ്രഹം ഉണ്ടാക്കി വയ്ക്കുക സ്വർണം കൊണ്ട്. അല്ലാതെ 2ാമതൊരു വിവാഹം കഴിക്കില്ല തീരുമാനിച്ചു. അച്ഛൻ 2-3 കല്യാണം കഴിച്ചിട്ട് വേണ്ടത്ര നരകം അനുഭവിച്ചു. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഭാര്യ ഉണ്ടായാൽ തന്നെയുള്ള വിഷമം അനുഭവിച്ചവർക്കറിയാം. 2 ഉണ്ടായാൽ എന്താ കഥ? 2 ഭാര്യ, അത് നരകമാണ്. അതുകൊണ്ടത് വേണ്ട തീരുമാനിച്ചു. ഒരു ഭാര്യ മാത്രം മതി. മറ്റത് ബിലാദ് ബഹി ബിലാദ് അന്തസ്ഥിതം ആർജാര സർപ്പയോഹോ മധ്യസ്ഥാഘുരിവാഭാതി ദ്വിഭാര്യ സഹിതോ. 2 ഭാര്യയുള്ള ഭർത്താവിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ, ഒരു എലിയെ പിടിക്കാൻ ഒരു പൂച്ച പിന്നാലെ വന്നു. ഓടി രക്ഷ എപ്പം പിടിക്കുന്നു വന്നപ്പോൾ ഒരു ചെറിയൊരു മാളം കണ്ട അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി എലി. ഇനി പൂച്ചയ്ക്ക് അതിനുള്ളിൽ കിടക്കാൻ പറ്റില്ല, രക്ഷപ്പെട്ടുവല്ലോ വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു മൂർഖം പാമ്പ് ഇങ്ങനെ നുറച്ച് നിൽക്കാൻ വിശന്നിട്ടേ അതിൻ്റെ വായിലേക്കാണ് ചെല്ലണത്, കേമായില്. എലി തിരിഞ്ഞ് പുറത്തേക്ക് വന്നാൽ പുറത്ത് അവിടെ പൂച്ച നിൽക്കുന്നുണ്ട്, അകത്ത് പാമ്പ്. അതിൻ്റെ നടുക്ക് നിൽക്കുന്ന എലിയുടെ കഥ എന്താ? അതുപോലെയാണ് ഇത്ര 2 ഭാര്യയുള്ള ഒരു ഭർത്താവിൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് 2 കല്യാണം വേണ്ടാന്ന് ശ്രീരാമചന്ദ്രൻ തീരുമാനിച്ചു.
സീതാദേവിയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചു, അല്ലാതെ ഒരു നിവൃത്തി. അതാണ് ശ്രീരാമൻ്റെ മഹത്വം. മറ്റൊരാൾ കൃഷ്ണൻ അങ്ങനെയൊന്നുമില്ല. 16,108 ഭാര്യമാരാണോ കണക്കപ്പെടാത്ത എത്ര ഉണ്ട് അറിയില്ല. അപ്പോൾ എന്താ കഥ അതൊന്നും അതൊരു വിഷയമല്ല. കാരണം ഇത് ലൗകികമല്ല ഈ കഥകളെ തീർച്ചയാണല്ലോ. 16,008 ഭാര്യമാരൊക്കെ എങ്ങനെ കൊണ്ട് നടക്കാനാണ്? നടപ്പുള്ള കാര്യമാണ് ഇതൊക്കെ. പക്ഷേ അത് കഥ പറയുകയാണ്, അതിൻ്റെ തത്വങ്ങൾ വേറെയാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാം. കാരണം അത് കാമദേവനെ ജയിച്ച കഥയാണ്. ബ്രഹ്മാതി ജയസംരൂഢ ദർപ്പ കന്ദർപ്പ ദർപ്പ ജയതി ശ്രീപതിർഗോപി രാസമണ്ഡലമണ്ഡന. ബ്രഹ്മാതി ദേവന്മാരെ പോലും ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് കാമദേവനൊരു അഹങ്കാരം. കാമദേവൻ്റെ പിടിപ്പെടാത്തവരാരുമില്ല ഇവിടെ. ബ്രഹ്മാതി ദേവൻ സരസ്വതി ദേവിയെ കണ്ട് മോഹിച്ചു ബ്രഹ്മദേവൻ, പരമേശ്വരൻ മോഹിനിയെ കണ്ട് മോഹിച്ചു. എല്ലാവരും അങ്ങനെ എല്ലാവരെയും ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന അഹങ്കാരം ഉണ്ടല്ലോ ആ കാമദേവൻ. ആ കാമദേവൻ്റെ അഹങ്കാരവും തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ അവതരിച്ച കൃഷ്ണാവതാരത്തിൽ. കാമദേവൻ എന്ത് തന്നെ കളി കളിച്ചാലും ഇതൊന്നും ഭഗവാനെ ബാധിക്കില്ല. ആ ഒരവസ്ഥയിൽ ബ്രഹ്മാതി ദേവന്മാരെ പോലും ജയിക്കാൻ വേണ്ടിയിട്ട് ആ കാമദേവൻ ജയിച്ചിരിക്കുമെന്ന അഹങ്കാരമുണ്ട്. ആ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ അവതരിച്ചിട്ടുള്ളത്. പത്ന്യസ്തു ഷോഡശസഹസ്രം അനംഗബാണൈ യസ്യേന്ദ്രിയം വിമഥിതും കുഹകേന ചെയ്തു. ഈ 16,008 ഭാര്യമാരനായിട്ട് ഒരാൾക്കെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ മനസ്സിനെ ഒന്ന് ചലിപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം നിത്യബ്രഹ്മചാരിയാണ്. പരീക്ഷിച്ച് ജനിച്ചപ്പോൾ ജീവനില്ല. അവസാനം കുട്ടിയെ തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? പോയിട്ടൊന്ന് തൊട്ടു. എന്ത് പറഞ്ഞിട്ടാണ് തൊട്ടത്? യതി മേ ബ്രഹ്മചര്യം സ്യാത് സത്യം ച മയി തിഷ്ഠതി അവ്യാഹതം മമ ഐശ്വര്യം തേന ജീവതു ബാലക. ഈ കുട്ടിക്ക് ജീവൻ ഉണ്ടാകട്ടെ. എങ്ങനെ? യതിമേ ബ്രഹ്മചര്യം സ്യാത്, ഞാൻ നിത്യബ്രഹ്മചാരിയാണെങ്കിൽ ഈ കുട്ടി ജീവിക്കട്ടെ എന്നാണ്. സത്യം ച മയി തിഷ്ഠതി, സത്യം എന്നിലുണ്ടെങ്കിൽ അവ്യാഹതം മമ ഐശ്വര്യം, എൻ്റെ ഐശ്വര്യത്തിന് ഒരുവിധ കോട്ടം സംഭവിച്ചിട്ടില്ലെങ്കിൽ തേന ജീവതു ബാലക, എന്നാൽ കുട്ടിക്ക് ജീവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ തുടർന്നത്. അപ്പോൾ നിത്യബ്രഹ്മചാരിയാണെന്നുള്ളതിന് പല തെളിവും വേണം. അപ്പോൾ തൊട്ടത് മാത്രമല്ല, മെല്ലെ പ്രാബദ്ധ്യത ചേതന സ്പൃഷ്ടമാത്രസ്തു കൃഷ്ണേന സബാലോ ഭരതർഷഭ ശനൈശനൈർ മഹാരാജ പ്രാബദ്ധ്യത ചേതന. ഇത് പറഞ്ഞ കുട്ടിയെ തൊടേണ്ട നിമിത്തം അപ്പോഴേക്ക് കുട്ടി അങ്ങനെ ജീവനുണ്ടായി. അപ്പോൾ ബ്രഹ്മചാരിയാണെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ അത് കേവലം കഥകളാണ്. നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള കഥകളൊക്കെയാണോ പഠിക്കേണ്ടത്? 16,008 ഭാര്യമാർ, ഇതൊക്കെ അതിൻ്റെ ഫലശ്രുതി നോക്കിയാൽ മതി. ഈ രാസക്രീഡയുടെ ഫലശ്രുതി എന്താ? അത് ശ്രദ്ധിച്ച് പഠിക്കുകയോ വായിക്കുകയോ ചെയ്താൽ ഭക്തിംപരാം ഭഗവതി പ്രതിലഭ്യകാമം ഹൃദ്രോഗമാശ്വപഹിനോ ത്യചിരേണ ധീര. രാസക്രീഡ ശ്രദ്ധയോടുകൂടി വായിക്കുകയോ പഠിക്കുകയോ ചെയ്താൽ ഭക്തിംപരാം ഭഗവതി പ്രതിലഭ്യകാം, ഭഗവാന് എന്തെന്നില്ലാത്ത ഉറച്ചതായ ഭക്തി ഉണ്ടാകും. ലൗകികമായിട്ടുള്ള ലീലയാണ് ഈ രാസക്രീഡ എങ്കിൽ എങ്ങനെ ഭക്തി ഉണ്ടാവുക? തീർച്ചയായും കൂടെ അത് ലൗകിക ലീലയല്ല എന്നുള്ളത്. ഹൃദ്രോഗമാശ്വപഹിനോതി അചിരേണ, ഹൃദയത്തിൻ്റെ രോഗങ്ങളിൽ നിന്നൊക്കെ അയാൾ മുക്തനാകുന്നു. രാസക്രീഡ ശ്രദ്ധിച്ച് പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ തന്നെ ഒരാളുടെ മനസ്സിൻ്റെ എല്ലാ രോഗത്തിൽ നിന്നും അയാൾ മുക്തനാകുന്നു. എന്താ ഈ മനസ്സിൻ്റെ രോഗം? രജസ് തമശ്ച മനസ്സോ ദൗജ ദോഷാ ഉദാഹൃതോ. രജോ ഗുണവും തമോ ഗുണവുമാണ് മനസ്സിൻ്റെ രോഗം. ആ രജോ ഗുണത്തിൽ നിന്നാണ് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എല്ലാം ഉണ്ടാകുന്നത്. ആ രജോ ഗുണവും തമോ ഗുണവുമാണ് മനസ്സിൻ്റെ രോഗങ്ങൾ. അതിൽ നിന്നൊരാൾ മുക്തനാകുന്നു. ഹൃദ്രോഗമാശ്വപഹിനോതി. ഭഗവാന്റെ രാസക്രീഡ ശ്രദ്ധയോടുകൂടി പഠിക്കുകയോ വായിക്കുകയോ ചെയ്ത ഹൃദയത്തിൻ്റെ രോഗത്തിൽ നിന്നെല്ലാം ഒരാൾ മുക്തനാകുന്നു എന്ന് പറഞ്ഞാൽ രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും അയാൾ രക്ഷപ്പെട്ട് കേവല സാത്വികനായി അവസാനം മുക്തനായിട്ട് ഭവിക്കുന്നു എന്നായി പറയുന്നത്. അതാണ് അതിൻ്റെ ഫലശ്രുതി. അപ്പോൾ അത് നോക്കിയാലും മനസ്സിലാക്കാം. പിന്നെ ഭഗവാന്റെ ലീലകൾ വളരെ ലളിതമാണ്. ശ്രീരാമൻ്റെ ലീലകളൊക്കെ ആർക്കും മനസ്സിലാവും, ശ്രീരാമൻ്റെ ഏതൊരു പ്രവൃത്തിയും. പക്ഷേ കൃഷ്ണ ഭഗവാന്റെ ലീലകൾ അത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല. ദിവ്യമാണത്. അപ്പോൾ മോഷ്ടിക്കുന്നു, എല്ലാ വീട്ടിലും പോയിട്ട് പാലും വെണ്ണയൊക്കെ മോഷ്ടിക്കുകയാണ്. മോഷണം നല്ലതാണോ ചോദിച്ചാൽ ഈ മോഷ്ടിക്കുന്നു എന്ന് തന്നെ പറയാൻ വയ്യ. കാരണം ഭഗവാന്റെ സമ്പത്താണ് ലോകത്തുള്ളത് മുഴുവൻ. അത് ഭഗവാൻ എടുത്തു വയ്ക്കുമ്പോൾ അതിന് മോഷണം എന്ന് പറയാൻ പറ്റുമോ? മോഷണമൊന്നുമല്ല. പക്ഷേ നമ്മൾക്ക് അങ്ങനെ തോന്നുകയാണ്. ജന്മകർമ്മചമേ ദിവ്യം. ഈ ദിവ്യമായ ഭഗവാന്റെ ജന്മത്തെയും കർമ്മത്തെയും അറിഞ്ഞു കഴിഞ്ഞാൽ ഏവം യോഗം എത്തി അതിൻ്റെ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ മുക്തനാകുന്നു. തെക്വാ ജന്മം ദേഹം പുനർജന്മനൈതി ആപ്നോതി. ഇനിക്ക് ഈ ദേഹത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമില്ലാണ്. അത്ര ഫലസിദ്ധിയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ലീലകളൊക്കെ ദിവ്യമാണ്. ശ്രീരാമൻ്റെ ഏതൊരു പ്രവൃത്തിയും നമുക്ക് അനുകരിക്കാൻ യോഗ്യമായതാണ്. ആർക്കും അനുകരിക്കാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രവൃത്തിയും അനുകരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും കൃഷ്ണൻ അങ്ങനെ ചെയ്താൽ എനിക്കും അങ്ങനെ ചെയ്തുകൂടെ പറഞ്ഞാൽ കേമായി.
അനേകം ഗോപസ്ത്രീകളോടുകൂടി രാസക്രീഡ നടത്തി. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞ് പുറപ്പെട്ട കേമായി. കുറച്ച് ദിവസമൊക്കെ നടക്കും. അവസാനം അറസ്റ്റ് ചെയ്ത് കേമായി, ബഹളായി അവിടെ. അതാണ് വീട്ടിൽ പ്രവൃത്തി നമുക്ക് അസാധ്യമാണ്. പാമ്പിൻ്റെ മുകളിൽ തലയിൽ നൃത്തം വെച്ചു. ഇതൊക്കെ സാധാരണക്കാരന് പറ്റും. ഏതെങ്കിലും ഒരു പ്രവൃത്തി സാധാരണക്കാരന് പറ്റണ അല്ല. അതാണ് ദിവ്യമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ശ്രീരാമൻ്റെ കഥകൾ ഏത് ലളിതമാണ്. മറ്റേ തത്വങ്ങളെ അറിയുക തന്നെ വേണം. തത്വം അറിഞ്ഞ് അനുഭവിച്ചാലേ അതിന് പ്രയോജനം ഉണ്ടാവുള്ളൂ. പിന്നെ ശ്രീരാമൻ്റെ ഏത് നമുക്ക് അനുകരിക്കാം. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ അനുസരിക്കുക. ഭഗവാൻ പറഞ്ഞത് അനുസരിക്കുക, അല്ലാണ്ട് ഭഗവാൻ ചെയ്തത് അനുകരിക്കാൻ പറ്റില്ല നമുക്ക്. അതാണ് അതിൻ്റെ പ്രത്യേകത. രാമ എന്ന അക്ഷരം തന്നെ ലളിതമാണ്. ലളിതാക്ഷരങ്ങളാണ്, കൂട്ടക്ഷരമൊന്നുമില്ല രാമനാമത്തിൽ. ആർക്കും ജപിക്കാം. കൃഷ്ണ എന്നുള്ളതൊക്കെ കൂട്ടക്ഷരം, ജപിക്കാൻ തന്നെ പ്രയാസമാണ്. ചെറിയ കുട്ടിക്ക് കൃഷ്ണ എന്ന് പറയാം, കിച്ചന എന്ന് പറയാൻ കൃഷ്ണ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ വരെ വിഷമം. അപ്പം ഇങ്ങനെ നോക്കിയാൽ എല്ലാം കൊണ്ടും വളരെ വളരെ വ്യത്യസ്തമാണ്. ശ്രീരാമൻ്റെ നാമത്തിനാണ് മാഹാത്മ്യം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾക്കാണ് മാഹാത്മ്യം. അതാ രാമനാമം കൊണ്ടൊരു താരകമന്ത്രമാണ്. രാമനാമമു ജന്മരക്ഷക മന്ത്രം താപസമൂസേയക ഭജിംഭവേ മനസാ രാമനാമമു. തവണ പാട്ട് പാടില്ല തീരുമാനിച്ച് അറിയാണ്ട് പാടിപ്പോയതാ. അതാണ് അത്യപകടമാണ് ശബ്ദം. അപ്പം രാമനാമം ഇനി ജനിക്കേണ്ടി വരില്ല, അവനെ മുക്തനാക്കുന്നതാണ് രാമനാമം. അതൊരു നിമിഷം വഴുകാണ്ട് മനുഷ്യ നീ ജപിക്കേ. സോമസൂര്യ നേത്രുടേന, ചന്ദ്രസൂര്യന്മാരാകുന്ന നേത്രങ്ങളോടുകൂടിയ ശ്രീരാമചന്ദ്രന് തുല്യമായിട്ട് ഈ ലോകത്തിൽ വേറെ ആരുണ്ട്? അതായത് ഭഗവാന്റെ 2 കണ്ണുകളാണ് അത്ര ചന്ദ്രസൂര്യന്മാർ. ആ ശ്രീരാമചന്ദ്രന് തുല്യമായിട്ട് വേറെ ഒരാളില്ല. അതുകൊണ്ട് രാമൻ്റെ നാമത്തിൻ്റെ മഹത്വം വളരെ വളരെ വിസ്തരിച്ച താരകമന്ത്രമാണ് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നാമത്തിനാണ് പ്രാധാന്യം ശ്രീരാമൻ്റെ. കൃഷ്ണാവതാരത്തിന് നാമത്തിന് പ്രാധാന്യമില്ല എന്നല്ല, കൃഷ്ണൻ്റെ ലീലകൾക്കാണ് പ്രാധാന്യം. അങ്ങനെ 2 അവതാരങ്ങളും ഭഗവാന്റെ പൂർണ്ണാവതാരങ്ങളാണെങ്കിൽ തന്നെയും വളരെ അത്യന്തം വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും കഥകൾ. ഈ കർമ്മങ്ങളൊക്കെ ദിവ്യങ്ങളാണ്, ആർക്കും അനുകരിക്കാൻ പറ്റില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ തനിക്ക് വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒക്കെ ലോകത്തിന് വേണ്ടിയാണ് ചെയ്തത് മുഴുവൻ. വീതരാഗ ഭയക്രോധ മന്മയാ മാമുപാഷിതാ ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവം ആഗതാ. വീതരാഗഭയക്രോധ, രാഗം ഭയം ക്രോധം ഇതെല്ലാം നമ്മെ വിട്ടുപോകുന്നു. മന്മയ, ഭഗവാനോടുകൂടിയാണ് ജയിക്കുന്നത് നമ്മൾ. അങ്ങനെ എത്രയോ ആളുകൾ ബഹവോ ജ്ഞാനതപസാപൂതാഹ, ജ്ഞാനമാകുന്ന തപസ്സുകൊണ്ട് എത്രയോ ജനങ്ങൾ പരിശുദ്ധന്മാരായിട്ട് ഭഗവാനെ പ്രാപിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഏറ്റവും തടസ്സമായിട്ടുള്ള രാഗം, ക്രോധം, കാമം, ക്രോധം, ഭയം, ഇതാണല്ലോ എല്ലാറ്റിനും തടസ്സമായിട്ടിരിക്കുന്നത്. ഈ രാഗത്തിൽ നിന്ന് കാമത്തിൽ നിന്നാണ് എല്ലാ അനർത്ഥങ്ങളും. കാമമുണ്ടായാൽ ക്രമത്തിൽ ക്രോധം ഉണ്ടാവും, അത്യാഗ്രഹം ഉണ്ടാവും, വിവേകം നഷ്ടപ്പെടും, ബുദ്ധി നഷ്ടപ്പെടും, ആൾ തന്നെ നശിക്കും. ആ കാമത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ലെങ്കിൽ നാശമാണ് ഫലം, അറിയാം. പിന്നെ ഭയം തടസ്സമാണ്. ക്രോധമാണല്ലോ യമനായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ യമനാണ്. ക്രോധം എന്ന് പറഞ്ഞാൽ പരിപൂർണ്ണം നമ്മളെ നശിപ്പിക്കുന്നതാണ് ക്രോധം. അപ്പോൾ ഇതൊക്കെ അത്യപകടങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ഭഗവാന്റെ നേരങ്ങൾ തിരിച്ചു വിട്ടാൽ അതൊക്കെ നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. ഭക്തന്മാർക്ക് ഈ ക്രോധമൊന്നും വരില്ല. ഏകനാഥൻ്റെ ഒക്കെ കഥയില്ല, അദ്ദേഹത്തിനൊന്നും ദേഷ്യം വരികയില്ല. എന്ത് തന്നെയാണെങ്കിലും ദേഷ്യം വരില്ല. അങ്ങനെയൊക്കെ ഒരു മനുഷ്യനുണ്ടോ എന്ന് തോന്നാം. പക്ഷെ അങ്ങനെയുള്ള മഹാത്മാക്കളുണ്ട്. ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആവണം നമ്മൾ. അല്ലെങ്കിൽ പിന്നെ എന്താ കഥ കേട്ടിട്ട് കാര്യം? എന്ത് തന്നെയാണെങ്കിലും ദേഷ്യം വരും. ദേഷ്യം വരേണ്ട കാര്യമില്ല. ആരോടാണ് ദേഷ്യപ്പെടുന്നത്? ഈശ്വരമയമാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ ഈശ്വരനോടല്ലേ ദേഷ്യപ്പെടുന്നത്? അവർ ആരോടും ദേഷ്യമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ദേഷ്യം വരാത്ത ഒരാളുണ്ടോ എന്ന് അറിഞ്ഞിട്ട് ഒരാളെന്നാ ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്നും പറഞ്ഞ് ഏകനാഥൻ്റെ അടുക്ക ചെന്നു. അദ്ദേഹം ഗംഗയിൽ കുളി കഴിഞ്ഞ് വരികയാണ്. കുളി കഴിഞ്ഞ് വരുമ്പോൾ മുഖത്തേക്കൊരൊറ്റ തുപ്പല. ദേഷ്യം വരും നോക്കാനേ ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം ആദ്യം കുളിക്കാൻ പോയി, കുളി കഴിഞ്ഞ് വന്നു, അതേ വഴി വന്നു, ഇയാൾ പിന്നെയും തുപ്പി. അയാൾ പോയി കുളിച്ച് വരും, മൂന്നാമതും തുപ്പി. അങ്ങനെ എണ്ണി തുപ്പാൻ തുടങ്ങി. എത്ര തുപ്പൽ ക്ഷമിക്കും നോക്കണമല്ലോ. 100 തവണ തുപ്പിയെന്നാണ് പറഞ്ഞത്. ഏകനാഥം പോയി കുളിച്ചിട്ട് അതേ വഴി മാറിപ്പോകൊന്നുമില്ല, അയാൾക്ക് ഒരു സൗകര്യം ആയിക്കോട്ടെ. 100 101 ആദ്യം ഒരു കുളി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് തുപ്പിയതേ. പിന്നെ 100 തവണ. പിന്നെ ഇയാൾക്ക് തുപ്പലില്ല തുപ്പാനേ. 101ാമത് വന്നപ്പോൾ നമസ്കരിച്ചു. ഇങ്ങനൊരു മഹാത്മാവിൻ്റെ മുഖത്തേക്കാണല്ലോ ഭഗവാനെ ഞാൻ തുപ്പിയത്, ക്ഷമിക്കണേ പറഞ്ഞാൽ നമസ്കരിച്ചപ്പോൾ ഏകനാഥൻ പിടിച്ചുയർത്തി. അങ്ങ് എന്താ ചെയ്യണത്? അങ്ങനെ നമസ്കരിക്കും. ഞാൻ അങ്ങേ നമസ്കരിക്കേണ്ട, അങ്ങ് ചെയ്തൊരു ഉപകാരം ഒരു കാലത്തും മറക്കില്ല. എന്താണ്? ഇന്നിപ്പോൾ 101 തവണ ഗംഗാസ്നാനം ചെയ്യാനുള്ള ഭാഗ്യം. ഒരു തവണ ഗംഗയിൽ കുളിച്ചാൽ തന്നെ വളരെ പുണ്യാണേ. ഇന്ന് 101 തവണ കുളിക്കാനുള്ള ഭാഗ്യം അങ്ങല്ലേ എനിക്ക് ഉണ്ടാക്കി തന്നത്. അങ്ങ് തുപ്പിയിട്ടില്ലെങ്കിൽ ഞാൻ പോയി കുളിക്കില്ലല്ലോ. ആ ഒരു ഉപകാരം ഒരു കാലത്തും മറക്കില്ല. അത് ഭാവന ഇങ്ങോട്ട് മാറ്റുക. അതാണ് ഭക്തന്മാർ. അതാണ് എപ്പോഴും അദ്വേഷ്ട സർവഭൂതാന, ആരോടും ദ്വേഷമില്ല. ഭക്തിയുടെ ഒന്നാമത്തെ ലക്ഷണം അതാ. നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ നമുക്ക് ഭക്തിയില്ല.
അല്ല അയാൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, അയാൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? അയാളുടെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കും, സംസാരിക്കും. പക്ഷെ അയാൾ എങ്ങനെ പറഞ്ഞാലും എങ്ങനെ പ്രവർത്തിച്ചാലും എനിക്ക് ക്ഷോഭം ഉണ്ടാവരുത്. അയാളെ കൊണ്ട് എനിക്ക് ഉപദ്രവം ഉണ്ടാവട്ടെ, അത് അയാളുടെ സ്വഭാവം. പക്ഷേ എൻ്റെ സ്വഭാവം ഞാൻ കൈവടിയാനായിട്ട് പാടില്ല. ആ ഓരോ ശ്ലോകങ്ങൾ ഒരക്ഷരം ഒരു വാക്ക് പഠിച്ചാൽ മതി. അദ്വേഷ്ട സർവഭൂതാന എന്ന് പഠിച്ചാൽ കഴിഞ്ഞു, പിന്നൊന്നും പഠിക്കണ്ട. ആരോടും ദ്വേഷമില്ല, ദ്രോഹിക്കുന്നവരോടും ദ്വേഷമില്ല. ഇതല്ലേ ഭക്തി. അതാണ് ഓരോന്നിൻ്റെ അർത്ഥം പറഞ്ഞ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ. അപ്പം രാഗം തടസ്സമല്ല. ഈ രാഗം പ്രേമം ഭഗവാന്റെ നേരങ്ങളിൽ തിരിച്ചു വിട്ടാൽ മതി. ഗോപസ്ത്രീകൾക്കൊക്കെ അതല്ലേ സാധിച്ചത്. അവർക്ക് പ്രേമിക്കാൻ കിട്ടിയത് ഭഗവാനെയാണ്. അതുകൊണ്ട് അവരുടെ ലൗകിക പ്രേമം അവരെ മോക്ഷത്തിലേക്ക് നയിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എല്ലാ വിധത്തിലും കാമമായാലും ക്രോധമായാലും ഭയമായാലും തടസ്സമില്ല. അത് ഭഗവാന്റെ നേരെ തിരിച്ചു വിട്ടാൽ മതി എന്നാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഒരാൾ രക്ഷപ്പെടും. മന്മയ, പിന്നെ ഭഗവാനും നമ്മളും ഒരേപോലെ ആവും. മാം ഉപാസിത, ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നു എന്ന് വന്നാൽ ബഹവോ ജ്ഞാന തപസാ പൂത, ജ്ഞാനമാകുന്ന തപസ്സുകൊണ്ട് എത്രയോ പേര് പരിശുദ്ധന്മാരായിട്ടുണ്ട്. മദ്ഭാവമാഗത, അങ്ങനെ ഭഗവാനോടുകൂടി ചേർന്നത് മോക്ഷം പ്രാപിച്ചു. എന്താ ഈ മോക്ഷം? മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹക്ഷയം എന്ന വാക്ക് ചുരുങ്ങിയതാ മോക്ഷം. മോഹം എന്ന് പറഞ്ഞാൽ വിപരീതമായ ജ്ഞാനം. ആഗ്രഹം നല്ലതാണ്. മലയാളത്തിൽ മോഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. പക്ഷേ സംസ്കൃതത്തിൽ മോഹം എന്ന് പറഞ്ഞാൽ അജ്ഞാനം. അജ്ഞാനമാണ് എല്ലാ ദുഃഖത്തിനും കാരണം. വിപരീതമായ ജ്ഞാനം അത് നശിക്കാനാണ് ഭാഗവതവും ഗീതയൊക്കെ പഠിക്കുന്നത്. ഗീതയിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ അവസാനം പറഞ്ഞാൽ, അഷ്ടോമോഹ സ്മൃതിർലബ്ധ ത്വത്പ്രസാദാത്മയാച്യുത. ഭഗവാനെ, എൻ്റെ മോഹം നശിച്ചു, എൻ്റെ അജ്ഞാനം നശിച്ചു. സ്മൃതിർലബ്ധ, എനിക്ക് ആത്മബോധമുണ്ടായി അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്. അതാണ് സാധിക്കേണ്ടത്. അജ്ഞാനം നശിക്കണം. ഭാഗവതം അത് തന്നെ. കിം പുനഃശ്രോതുമിച്ഛസി, ഇനി അങ്ങേക്ക് എന്തെങ്കിലും കേൾക്കേണ്ടതുണ്ടോ ചോദിച്ചാൽ എന്താ പറയുന്നത്? എനിക്കിനി ഒന്നും കേൾക്കാനില്ല, അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു, അങ്ങനെ അനുഗ്രഹിച്ചു. അതായത് എൻ്റെ അജ്ഞാനം നശിച്ചു. ഈ മോഹക്ഷയമാണ് മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ മറ്റൊരവസ്ഥയില്ല. ആഗ്രഹങ്ങളില്ല എന്നാൽ വിപരീതമായ സത്യമായ സ്വരൂപത്തെ മനസ്സിലാക്കി, എല്ലാറ്റിൻ്റെയും സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വിപരീതമായ ജ്ഞാനമില്ലല്ലോ. അതാണ് മോഹക്ഷയം എന്ന വാക്ക് ചുരുങ്ങിയതാണ് മോക്ഷം. ചില വാക്കുകളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. കുവലയദള നമ്പി എന്ന് ചുരുങ്ങിയതാണ് അത്ര കോളാമ്പി. കുവലയദള നമ്പി എന്നാണ് പറഞ്ഞ് കോളാമ്പി എന്നായി. അതുപോലെ തൃശ്ശൂരൊക്കെ പോയി അവർ പറഞ്ഞൊന്നും നമുക്ക് മനസ്സിലാവില്ല. തൊഴാൻ പോകുമ്പോൾ ഒരമ്മ തൊഴാൻ പോണു, ഒരമ്മ തൊഴുതു വരുന്നു. അപ്പോൾ പാർത്തുപ്പേരിയ ചോദിച്ചു. മറ്റേ അമ്മ പാൽപ്പായസമായി പറഞ്ഞു. രാവിലെ തന്നെ വറുത്തപ്പേരിയും പാൽപ്പായസം എന്താ അത്? അവർക്ക് മനസ്സിലായി. പാർത്തുപ്പേരിയ ചോദിച്ചാൽ പാറുകുട്ടിയെടുത്ത് ഇപ്പോൾ വരികയാണോ, വിരുന്ന് പോയിരുന്നേ. പാൽപ്പായസമായി പറഞ്ഞു 10-40 ദിവസമായി എന്ന്. അവർക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും. ചില അക്ഷരങ്ങളൊക്കെ വിഴുങ്ങുക. അതുപോലെ മോഹക്ഷയമാണ് മോക്ഷമാകുന്നത്. മോഹം എന്ന് പറഞ്ഞാൽ അജ്ഞാനം നശിക്കണം. പരിപൂർണം നശിച്ചാൽ അതാണ് ഒരാൾക്ക് മുക്തി കിട്ടുന്നത്. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മ വിദ്യേനമിഹ വൈരിണം. നമ്മുടെ ശത്രുവാര കാമം ക്രോധം ഭയം ഇതൊക്കെയാണ്. അത് കാമയേഷ ക്രോധയേഷ, ആർക്കും പാപം ചെയ്യാൻ ആഗ്രഹമില്ല, പക്ഷേ എല്ലാവരും പാപം ചെയ്യുന്നുണ്ട്. ആരാണ് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്? അഥകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിത. ആർക്കും പാപം ചെയ്യണമെന്ന് മോഹമില്ല, പക്ഷെ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ചില്ലറ പാപമൊക്കെ ചെയ്യുന്നുണ്ട്. ആരാണ് മോഹമില്ലെങ്കിലും മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത്? അതിൻ്റെ മറുപടിയാണ് കാമയേഷ ക്രോധയേഷ. നമ്മുടെ മനസ്സിലുള്ള കാമം അത് തന്നെ ക്രോധമായിട്ട് മാറുന്നത്. ഇത് എവിടെ നിന്നുണ്ടായി? രജോഗുണത്തിൽ നിന്നാണ് കാമവും ക്രോധവും ഉണ്ടാകുന്നത്. മഹാശനം, എത്ര അനുഭവിച്ചാലും ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല. മഹാപാത്മ, കടുത്ത പാപം ചെയ്യാനും അത് കാരണമാകുന്നു. പക്ഷേ എന്തൊക്കെയാണ് പത്രങ്ങളിൽ വായിക്കണത്? ഒരു സ്ത്രീ ഒരു കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടി സ്വന്തം കുട്ടീനെ ബലി കൊടുക്കുന്നു. കാമത്തിൻ്റെ ശക്തി ആലോചിച്ചു. താൻ ജന്മം നൽകിയ ഒരു കുട്ടിയെ കൊല്ലണമെന്ന് പറഞ്ഞാൽ അത്രയും ദുരാഗ്രഹങ്ങൾക്ക് വശംവദനായിരിക്കുക ലോകം. അത് എല്ലാം ആരായാലും. അപ്പം അതുകൊണ്ട് കാമമാണ് ഏറ്റവും അത്യപകടം. അത് ക്രോധത്തിന് കാരണം. കാമയേഷ ക്രോധയേഷ രജോഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് കാമവും ക്രോധവും. മഹാശനോ, എത്ര അനുഭവിച്ചാലും കാമത്തിന് അവസാനമില്ല. മഹാപാപം, കടുത്ത പാപം ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ശത്രു, അല്ലാണ്ട് വേറെ ആരുമല്ല. നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചാൽ ഇതിനൊക്കെ പരിഹാരമുണ്ട്. ബഹവോ മത്പദം പ്രാപ്ത ത്വാഷ്ട്ര കായാധവാദയ വൃഷപർവ ബലി ബാണ മയശ്ചാത വിഭീഷണ സുഗ്രീവോ ഹനുമാൻ ഋക്ഷ ഗജോ ഗൃധ്രോ വണിക്പഥ വ്യാധകുബ്ജ വ്രജേ ഗോപ്യ യജ്ഞപത്നിസ്തഥാപരെ തേനാധീതശ്രുതിഗണാ നോപാസിത മഹത്തമ. ഈ ഗോപസ്ത്രീകളൊക്കെ വേദമൊന്നും പഠിച്ചിട്ടില്ല, വലിയ ഗുരുനാഥൻ്റെ കീഴിൽ ശാസ്ത്രം പഠിച്ചിട്ടില്ല. പക്ഷേ അവരൊക്കെ ഭഗവാനോട് കൂടി ചേർന്നു. എങ്ങനെ? സത്സംഗ, നിരന്തരം ഭഗവാനോടുള്ള സംസാരം, ഭഗവത് കഥകൾ കേൾക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാനെ ആശ്രയിക്കുക. അതുകൊണ്ട് തന്നെ മുക്തകളായി. അല്ലാണ്ട് പഠിപ്പൊന്നും, ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല, ഭാഗവതം പഠിച്ചില്ല, അതൊന്നും ആവശ്യമില്ല. മനഃശുദ്ധി ഉണ്ടോ അതൊന്നും ഉണ്ടായാൽ മതി.
സജ്ജനങ്ങളുടെ മഹാത്മാക്കളുടെ സംസർഗം നിരന്തരമായിട്ടുണ്ടായ അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. നാരദർ അതാണ് ഈ നാരദർ പറഞ്ഞ നാരദ ഭക്തി സൂത്രത്തെ യഥാ വ്രജഗോപിക്കാന ഭക്തിക്ക് ഉദാഹരണം പറഞ്ഞത് വ്രജത്തിലെ ഗോപസ്ത്രീകളെ പോലെ. എന്താണ് ഇവർക്ക് പഠിപ്പൊന്നുമില്ല, ശാസ്ത്രമൊന്നും അറിയില്ല, പക്ഷേ അവരൊക്കെ മുക്തകളായി എന്ന് വന്നാൽ അതാണ് യഥാർത്ഥത്തിൽ ഭക്തി. അതുകൊണ്ട് അവരെ ഓരോ നാമം ജപിക്കുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് കുട്ടികളെ താരാട്ട് പാടി ഉറക്കുമ്പോൾ ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളാണ്. പര്യങ്കികാഭാജമലം കുമാരം പ്രസ്വാപയന്ത്യോഖില ഗോപകന്യ ജഗുപ്രബന്ധം സ്വരതാളബന്ധം ഗോവിന്ദ ദാമോദര മാധവേദി. കുട്ടികളെ തൊട്ടിൽ കിടത്തി താരാട്ട് പാടി ഉറക്കുമ്പോഴൊക്കെ ഭഗവാന്റെ കീർത്തനങ്ങളാണ്. നമ്മളൊക്കെ പാടാറില്ലേ? ഒക്കെ ഭഗവാന്റെ കീർത്തനങ്ങൾ മാത്രമേ അവർ പാടാറുള്ളൂ. അപ്പോൾ അത് പാടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ശുദ്ധി വരികയാണ്. നമ്മൾ ഭഗവാന്റെ കീർത്തനം ഇപ്പോൾ ആർക്കും അറിയാനില്ല, പാടാറുമില്ല. വേറെ എന്തെങ്കിലുമൊക്കെ കുട്ടികളെടുത്ത് മേപ്പെട്ട് എറിഞ്ഞ് പിടിക്കുക. അച്ഛക്കെടുത്ത് കിഞ്ചോ ഒരച്ഛൻ കുട്ടിയെ ഉറക്കുക, കുട്ടിയെടുത്ത് മേപ്പെട്ട് എറിഞ്ഞ് പിടിക്കുക. മേപ്പെട്ട് എറിഞ്ഞാൽ കുട്ടി കണ്ണൂരിട്ട് പിടിക്കും. അച്ഛൻ്റെ കയ്യിൽ വന്ന് വീഴുമ്പോൾ കുട്ടി ചിരിക്കും. കുട്ടിക്ക് ഇഷ്ടമായിട്ടല്ല, പ്രാണം കിട്ടിയാലോ എന്നുള്ള ചിരിയാണ്. ഇത് കുട്ടിക്ക് വളരെ ഇഷ്ടമാണ്. കുട്ടിയെ ഉറക്കാൻ വേണ്ടി മേലോട്ട് എറിഞ്ഞ് പിടിക്കുക. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു പാട്ടുമുണ്ട് ആൾക്ക് എന്നും ഒരു ഒരേ പാട്ടാണ്. അച്ചക്കെട്ട് കിഞ്ചുണ്ടൻ കിഞ്ചോ കിഞ്ചോ തക്കടതക കിഞ്ചുണ്ടൻ ഇങ്ങനെ കിഞ്ചുണ്ടൻ കളിപ്പിക്കുക. ഒരു ദിവസം എന്തുണ്ടായിന്ന് അറിയാം? കിഞ്ചുണ്ടൻ അച്ചക്കെട്ട് കിഞ്ചുണ്ടൻ കിഞ്ചോ കിഞ്ചോ തക്കടതക കിഞ്ചോ എന്ന് പറഞ്ഞാൽ കിഞ്ചുണ്ടൻ അപ്പുറത്ത് പോയി, കയ്യ് പുറത്ത് പോയി. കുട്ടി അതോടുകൂടി സിദ്ധി കൂടി. അങ്ങനെയൊക്കെ അപകടം പറ്റും, ഒരിക്കലും ചെയ്യരുത്. നല്ല പാട്ട്, എന്തെങ്കിലും പാട്ട് പാടിയിട്ട് എന്തെല്ലാം നല്ല കീർത്തനങ്ങളുണ്ട്. ഗോപസ്ത്രീകളെ കണ്ടുപിടിക്കണം. അവരെ എന്തും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ചാഞ്ചാടുണ്ണി ചരിഞ്ഞാടുണ്ണി എന്നഞ്ചിതമൂതം ഞാൻ പാടുമ്പോൾ എന്നന്തരംഗത്തിൽ ആടിക്കളിക്കുന്നുണ്ടമ്പാടി കണ്ണനുണ്ണി ഗുരുവായൂരമ്പാടി കണ്ണനുണ്ണി. ആ ഭഗവാന്റെ പാട്ട് പാടിയ കുട്ടികൾക്ക് എന്തൊരു ഇഷ്ടമെന്നറിയോ? അതേ പാട്ട് എന്നും പാടിക്കൊടുത്ത കുട്ടികൾക്ക് ഇഷ്ടമാണ്. ആ പാട്ട് പാടും എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചിട്ടാണ് ഗോപസ്ത്രീകൾ മുക്തകളായത്. അവരോരോ ദിക്കിലും വീട്ടുതോറും അവരൊരുമിച്ച് കൂടിയിട്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കായിരുന്നു. ഓരോ കഥകളും പൂതനാമോക്ഷം കഥയൊക്കെ നമുക്കറിയാം. കഥ അറിയാത്തവരാരുമില്ല. എന്താ അതിൻ്റെ തത്വം ചോദിച്ചാൽ, കംസൻ രജോ ഗുണത്തിൻ്റെ വിഗ്രഹമാണ്, മൂർത്തിയാണ്. ആ കംസനിൽ നിന്നാണ് പൂതനയെ പറഞ്ഞയക്കുന്നത്. കംസനാണ് കുട്ടികളെ കൊല്ലാനായിട്ട്. എന്താ വെച്ചാൽ എല്ലാ കുട്ടികളെയും കൊന്നിട്ട് പിന്നെ അവസാനം ഒരു കുട്ടിയെ പിടിച്ച് കൊല്ലാൻ പുറപ്പെട്ടു. കുട്ടി ആകാശത്തേക്ക് പറഞ്ഞിട്ട് പെൺകുട്ടി പറഞ്ഞു, നീ എന്തിനാ എന്നെ കൊല്ലം? ഞാൻ എന്ത് തെറ്റാ എന്നോട് ചെയ്തത്? എനിക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, പക്ഷേ ഞാൻ കൊല്ലണില്ല. നീ എൻ്റെ കാല് പിടിച്ചോലോ. തല്ലി കൊല്ലാനാണ് കാല് പിടിച്ചത്, എന്നാലും കാല് പിടിച്ചില്ലേ? പക്ഷേ എന്നെ കൊല്ലാനുള്ള കുട്ടി ജനിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കണ്ടുപിടിച്ച് കൊന്നവരാണ്. അപ്പോൾ ആകെ വിയർത്തു. ഇതുവരെ ചെയ്തൊക്കെ വെറുതെ. തന്നെ കൊല്ലാനുള്ള കുട്ടി ആകെ അസ്വസ്ഥമായി. മന്ത്രിമാരൊക്കെ പൂതന ശകടാസുരന്തണ ആവർത്തൻ ഇവരൊക്കെ കൂടി എന്താ അങ്ങനെ വിഷമിക്കുന്നത്? ഞങ്ങളൊക്കെ അവിടെ ഇല്ലേ, ഞങ്ങൾ ജീവിച്ചിരിക്കും കാലത്തോളം അങ്ങേക്ക് ഒന്നും വരില്ല. അല്ല, എന്നെ കൊല്ലാനുള്ള ആൾ ജനിച്ചു എന്നല്ല പറഞ്ഞു. ജനിച്ചാൽ കണ്ടുപിടിച്ച് കൊല്ലണം. അങ്ങനെ ഏത് കുട്ടിയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഏത് കുട്ടിയാണെന്ന് അറിയില്ലെങ്കിൽ അടുത്ത കാലത്ത് ജനിച്ച സകല കുട്ടികളാണ്ട് കൊല്ലുക. എന്നാൽ പോരെ? ശരിയാ തോന്നി. അങ്ങനെ അതിന് ഏർപ്പാടാക്കിയതാണ് ആദ്യം. നല്ല കുട്ടികളെ കൊല്ലാൻ നല്ല സ്ത്രീകളാവുക. എവിടെ പോയാലും കുട്ടിയെടുത്ത് കളിപ്പിക്കാമല്ലോ. അങ്ങനെയാണ് പൂതനയെ പറഞ്ഞയച്ചത്. പൂതന അതിഭയങ്കരിയാണ്. പക്ഷെ അവളുടെ സൗന്ദര്യമൊക്കെ ഭയങ്കരതയൊക്കെ മാറ്റി അതിസുന്ദരിയെ പോലെ ആയിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ കാളകൂട വിഷം പുരട്ടിയിട്ട് ഓരോ ഗൃഹത്തിലും പോയിട്ട് കുട്ടികളെ മുല കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചു. ഭഗവാൻ ഇതൊക്കെ മനസ്സിൽ സങ്കല്പിക്കുമ്പോഴേക്കും അറിയുമല്ലോ. അങ്ങനെ അവൾ പൂതന അവിടെ നിറയെ ആളുകൾ കൂടിയിരിക്കുക കുട്ടിയെ കാണാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഇവളുടെ വേഷം കണ്ടപ്പോൾ തന്നെ എല്ലാവരും വഴിമാറി കൊടുത്തു. അത്ര സൗന്ദര്യം, മഹാലക്ഷ്മി തന്നെ വരികയാണോ എന്ന് തോന്നും. അങ്ങനെ വഴിമാറി കൊടുത്ത് വേഗം പോയിട്ട് ആ കുട്ടിയെടുത്ത് കുട്ടിയെടുക്കുമ്പോൾ ആർക്കും വേണ്ട പറയാൻ പറ്റുമോ? അത്ര സൗന്ദര്യമാണ്, മഹാലക്ഷ്മിയാണോ തോന്നും. ആ കുട്ടിയെ എടുത്തപ്പോൾ തന്നെ തരിച്ചു പോയി പൂതനയ്ക്ക്. അറിഞ്ഞോ അറിയാതെയോ താൻ തൊട്ടത് സച്ചിദാനന്ദ കട്ടയായിട്ടുള്ള ഭഗവാനെയല്ലേ. എങ്ങനെ ഈ കുട്ടിയെ കൊല്ലാന്നൊക്കെ ഒരു നിമിഷം തോന്നി. പക്ഷേ നിവൃത്തിയില്ല, താൻ അതിന് വന്നതാണല്ലോ. അവസാനം ആ വിഷം പുരട്ടിയ സ്ഥലങ്ങൾ ഈ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കുക. കുട്ടി ഇത് കാത്തിരിക്കാൻ, നീ ഇങ്ങോട്ട് വാ, നടക്കി ഞാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞത് ആ പ്രാണനെ തന്നെ വലിച്ചെടുക്കാണ്ടായത്. അവസാനം കുട്ടി അകറ്റാൻ നോക്കി, പല പ്രകാരത്തിൽ നോക്കി, ഒരു നേരം അകലുന്നില്ല. ആ പ്രാണനോട് കൂടി വലിച്ചെടുത്ത അവസാനം രാക്ഷസിയായിട്ട് പൂതന ചത്തു വീഴാണ്ട് മരിച്ചു വീഴാൻ ആകെ പേടിച്ചു വരെ. അതിഭയങ്കരിയായിട്ടുള്ള അനേകം വൃക്ഷങ്ങളും ഒക്കെ തകർന്നു വീണുന്നു. അത്ര ഭയങ്കര രൂപത്തിലാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒറിജിനൽ യഥാർത്ഥത്തിലുള്ള രൂപം കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ ഈ കാമത്തിൻ്റെ പ്രതീകമായിട്ടാണ് പൂതനയെ വർണ്ണിക്കുന്നത്. ഈ കാമമാണ് എല്ലാവരെയും നശിപ്പിക്കുന്നത്. ആ കാമം ഭഗവാന്റെ നേരെ ആയാൽ രക്ഷപ്പെട്ടു നമ്മൾ. കാമം അബദ്ധമൊന്നുമില്ല. കാമവും ക്രോധവും ഒക്കെ നല്ലതാണ്. അത് ഭഗവാന്റെ നേരെ മതി, നാട്ടുകാരുടെ നേരെ വേണ്ട. അത് അപകടമാണ്. അതുകൊണ്ട്
ആ പൂതന രക്ഷപ്പെട്ടു. കാമം ക്രോധം ഭയം സ്നേഹം ഐക്യം സൗഹൃദമേവച നിത്യം ഹരൗ വിധതോ. ഇതൊക്കെ ഭഗവാന്റെ നേരെയായ യാന്തി തന്മയതാംഹിതെ. അവരെ ഭഗവാനോടുകൂടി ചേരാം. കാമം ക്രോധം ഭയം സ്നേഹം ഐക്യം സൗഹൃദം ഇതൊക്കെ ഭഗവാന്റെ നേരെയായി കഴിഞ്ഞാൽ ഒന്നും തടസ്സമല്ല, അതൊക്കെ മോക്ഷത്തിന് കാരണമായിട്ട് തീരും. അതാണ് ഈ പൂതനയ്ക്കൊക്കെ സാധിച്ചത്. വാസ്തവത്തിൽ ഒരുപാട് തത്വങ്ങൾ വിഷം പുരട്ടിയ സ്ഥലങ്ങളിലൂടെ വിഷമയമായ പാലിനെയാണ് നിവേദിച്ചത്. പൂതനയ്ക്ക് ആ ഭാഗ്യം ഉണ്ടായത്. ആദ്യമായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോൾ പാല് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് പൂതനയ്ക്കല്ലേ. അത് നല്ല ഉദ്ദേശമൊന്നുമല്ല, കൊല്ലാനാണ് ഉദ്ദേശം. പക്ഷേ ഭഗവാനാണ് പാല് നിവേദിച്ചത്. വിഷം പുരട്ടിയ സ്ഥലങ്ങളിലൂടെ വിഷമയമായ പാലിനെ നിവേദിച്ച പൂതനയ്ക്ക് പോലും മോക്ഷം കൊടുത്തു എങ്കിൽ ഏതൊരമ്മ ഭക്തിശ്രദ്ധയോടുകൂടി ഭഗവാന് പാല് നിവേദിക്കുന്നുവോ ആ അമ്മയ്ക്ക് എന്താ കൊടുക്കാത്തത്? എന്തും കൊടുക്കും ഭഗവാൻ. അതുകൊണ്ട് ഭക്തിയോടുകൂടി ഭഗവാന് പാല് നിവേദിക്കും. അതാണ് സാധിക്കേണ്ടത്. അത് സാധിച്ചാൽ നമ്മുടെ ജന്മം തന്നെ സഫലമായി. അതിൻ്റെ ഫലശ്രുതി പറഞ്ഞ ഏതത് പൂതനാമോക്ഷം കൃഷ്ണസ്യാർഭകം അത്ഭുതം ശൃണുയാത് ശ്രദ്ധയേ ഗോവിന്ദേ ലഭതേ ഹരിം. ഏതത് പൂതനാമോക്ഷം കൃഷ്ണസ്യാർഭകം. ഈ കൃഷ്ണൻ്റെ അത്ഭുതമായ ശിശുവിൻ്റെ പൂതനാമോക്ഷം എന്ന കഥ ആരാണോ ശ്രദ്ധയോടുകൂടി ശൃണുയാത് കേൾക്കുന്നത്, ശ്രദ്ധയോടുകൂടിയിട്ട് ഗോവിന്ദേ ലഭതേ രതി, ഭഗവാനിൽ അങ്ങേയറ്റത്തെ പ്രേമം അവർക്കുണ്ടാകും. പൂതനാമോക്ഷം കേട്ടാൽ മതി, അത് വായിച്ചാൽ മതി, ആ ഭഗവാനിൽ അത്ഭുതമായിട്ടുള്ള പ്രേമം നമുക്കുണ്ടാകും. അതാണ് അതിൻ്റെ ഫലശ്രുതി. അതിനുവേണ്ടി അതൊക്കെ അതൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇത് കേട്ടിട്ട് കാര്യമൊന്നുമില്ല. എത്ര കഥ കേട്ടു നമ്മളെ പൂതനാമോക്ഷമൊക്കെ. എന്തിനാണ് ഭഗവാന് നിവേദിക്കാൻ? അതാ ഭഗവാന് പാല് നിവേദിച്ചാൽ ആ അമ്മമാർക്ക് എന്താ കൊടുക്കാത്തത് ഭഗവാൻ? അതുകൊണ്ട് ഭഗവാനിൽ ഭക്തി ഉണ്ടാകും. അതാണ് എല്ലാ ഫലശ്രുതി വായിക്കാൻ. രാസക്രിയയുടെ ഫലശ്രുതി പറഞ്ഞില്ലേ, രാസക്രിയയുടെ ലൗകികമായിട്ടുള്ള ലീലയാണെങ്കിൽ ഇങ്ങനെ വരുമോ? എൻ്റെ ഫലശ്രുതി എന്താ പറഞ്ഞത്? ഭക്തിംപരാം ഭഗവതി പ്രതിലഭ്യകാമം ഹൃദ്രോഗമാശ്വമഹിനോതി അചിരേണ ധീര. ഭഗവാനിൽ പരമമായ ഭക്തി ഉണ്ടാവും. ഹൃദയത്തിൻ്റെ രോഗത്തിൽ നിന്നൊക്കെ, അതായത് രജോ ഗുണം തമോ ഗുണമൊക്കെ നശിച്ച് അവർ മുക്താകും. അതാണ് രാസക്രിയയുടെ ഫലശ്രുതി. എല്ലാം ഫലശ്രുതി നോക്കുക. അതിന് വേണ്ടിയാണ് ഈ കഥകൾ. ശകടാസുരവധം, തൃണാവർത്തം എല്ലാം അതാണ്. ശകടാസുരനൊക്കെ ഒരു വണ്ടിയുടെ രൂപത്തിൽ വന്നു, കൊല്ലാനായിട്ടാണ് വന്നത്. പക്ഷേ കുട്ടിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് കാലുകൊണ്ട് ചവിട്ടപ്പോഴേക്ക് തെറിച്ചു പോയി. എന്നിട്ട് തവിടുപൊടിയായിട്ട് വീണു. ആളുകൾ ഓടി വന്നു. എന്താ പറ്റിയ കുട്ടി പറഞ്ഞു, കണ്ട കുട്ടികൾ പറഞ്ഞു കൃഷ്ണൻ്റെ ഉണ്ണിയുടെ കാല് തട്ടിയപ്പോൾ വണ്ടി പോയി തെറിച്ചു. അങ്ങനെയാണ്. അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റും. വലിയൊരു അസുരൻ, ഈ ശകടാസുരനെ ഈ കുഞ്ഞു കാലുകൊണ്ട് ചവിട്ടി, അങ്ങനെ. അതായത് മനുഷ്യനെ കണ്ടാലും ബോധ്യമാവില്ല ഇതൊക്കെ സാധിക്കുമോ എന്ന് തോന്നുക. ഭഗവാൻ എന്താ സാധിക്കുക? അദൃഷ്ടനായ ഭഗവാന് വല്ല കാരണമൊന്നും വേണ്ട, ഓരോന്നും അനുഭവത്തിൽ നിന്ന് ബോധിച്ചോളൂ. തൃണാവർത്തൻ്റെ വധം അങ്ങനെ തന്നെ. തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റ് പോലെ വന്നത്. ഇവിടെ ഈ ശകടാസുരൻ ഭൂമിയിൽ വെച്ചിട്ട് ഈ അപകടം ഉണ്ടായത്. ഞാൻ കുട്ടീനെയും കൊണ്ട് മേലോട്ട് പോകാം, എന്നാൽ പിന്നെ ആ അപകടം ഉണ്ടാവില്ല പറഞ്ഞു. ഈ കുട്ടീനെ കൊണ്ട് മേലോട്ട് പോകാൻ മേലോട്ട് പോയി അപ്പോഴേക്ക് കുട്ടിക്ക് കുറച്ച് ഭാരം കൂടുതൽ തോന്നി. മനസ്സിലായി, ഇപ്പോൾ വരുന്നുണ്ട് തൃണാവർത്തൻ എന്ന് മനസ്സിലായപ്പോൾ കൃഷ്ണൻ ഒന്ന് ഭാരം കൂട്ടി. യശോദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ കിടത്തിയിട്ട് അടുക്കളയിൽ എന്തോ പണിക്ക് പോയതാണ്. ഉടനെ തൃണാവർത്തൻ വന്ന് ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ നിന്ന് കുട്ടിയെ കൊണ്ട് ആകാശത്തേക്ക് പോയി. ആകാശത്തേക്ക് പോയിട്ട് അവിടുന്ന് ഭാരം കൂടിയപ്പോൾ അവനെടുക്കാൻ വയ്യാണ്ടേ. അവസാനം ആ അസുരനെ കൊന്ന് അസുരൻ്റെ മുകളിൽ ഭഗവാൻ വന്ന് വീഴുകയാണ്. ഇതൊക്കെ കഥാസ്വരൂപ. കഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതല്ല, കഥയല്ല അതിൻ്റെ തത്വങ്ങൾ. അതായത് തത്വങ്ങളെ ബോധിക്കണം, അല്ലാണ്ട് കഥ കേട്ടിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ അത്ഭുതമാകുമെന്ന് ഓരോരോ കഥകളും. ആ യശോദയുടെയൊക്കെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ. സാക്ഷാൽ ഭഗവാനെയാണ് ഉണ്ണിയായിട്ട് കിട്ടുന്നത്. എന്താ കഥ? എന്നത് പൗശൈതനെ യശോദ. എന്തൊരു തപസ്സാണ് യശോദ ചെയ്ത്. എങ്കും നിറേ പരബ്രഹ്മം, യോഗം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവ് പുത്രനായിട്ട് ജനിക്കണമെങ്കിൽ എന്തുമാത്രം പുണ്യം ചെയ്തിട്ടുണ്ടാവുക അമ്മ ആലോചിച്ച് നോക്കും. ഭഗവാൻ ഇപ്പോഴും അവതരിക്കും. ദുഷ്ടന്മാർ വർദ്ധിക്കുക, സജ്ജനങ്ങളെ ദ്രോഹിക്കുക എന്നൊക്കെ വന്നാൽ ഭഗവാൻ അവതരിക്കുന്നതല്ലേ. എന്നാൽ എപ്പോഴല്ലേ അവതരിക്കണം? എന്തൊക്കെയാണ് പത്രത്തിൽ ന്യൂസ് വരുന്നത്? എന്താ ഭഗവാൻ അവതരിക്കാത്ത? ഭഗവാൻ അവതരിക്കാൻ എപ്പോഴും തയ്യാറാണ്. പക്ഷെ അവതരിക്കാൻ പറ്റിയ ഒരു അച്ഛനമ്മമാരെ കാണാനില്ല. മനഃശുദ്ധിയുള്ളവരെ കണ്ട് യശോദയെ പോലെ, നന്ദഗോപരെ പോലെ, അല്ലെങ്കിൽ ദേവകിയെ പോലെ, വസുദേവരെ പോലെയുള്ള അമ്മയച്ഛന്മാരെ കാണണ്ടേ? ഭഗവാൻ നോക്കി നടക്കുക. എവിടെയില്ല. തൂണിൽ നിന്നൊറ്റ വരണ്ടേ വരും, അല്ലാണ്ടൊക്കെ അത്യപകട മനസ്സേ. അപ്പോൾ ഭഗവാൻ അവതരിക്കാമെന്നുണ്ടെങ്കിലും അവതരിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ അത്ര കടുപ്പാണ്. എല്ലാവരുടെ മനസ്സും മലിനമാണ്. ഭാഗവത സത്രങ്ങൾ നടക്കേണ്ട, ഭാഗവതം സപ്താഹങ്ങൾ നടക്കേണ്ട. പക്ഷെ എന്തൊക്കെ കേട്ടാലും നമ്മുടെ ഉള്ളിൽ ഈ രാഗദ്വേഷങ്ങൾ ഇങ്ങനെ കൂടുകൂട്ടിയിരിക്കുകയാണ്. അത് പെട്ടെന്ന് ഒഴിവാവണില്ലേ? ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുമ്പോൾ തന്നെ തൻ്റെ സീറ്റ് അവിടെ ഉറപ്പിച്ചിട്ടുണ്ടാവും. വേറെ ആരെങ്കിലും ഇരുന്ന ഒരൊറ്റ കുത്താണ് മനുഷ്യൻ ഇരിക്കുന്നവിടെ. അവിടെ അതായത് അത് തൊഴാൻ ഗുരുവായൂർ നടക്കൽ കാണാൻ ഈട്ടിയൊക്കെ
പാവം കുട്ടിയൊക്കെ എടുത്തിട്ട് തെക്കി തിരക്കി വന്നിട്ട് നിൽക്കുമ്പോൾ ചവിട്ടും കുത്തുമോ കൊള്ളേണ്ടി വരും. അതാണ് അത് എൻ്റെ സ്വാർത്ഥം എന്നല്ല. ആ സ്വാർത്ഥം പോകാത്തിടത്തോളം കാലം ഭഗവാൻ എങ്ങനെ നമ്മുടെ പുത്രനായിട്ട് അവതരിക്കുക. ഇതാണ് ഓരോന്നും. അങ്കാതിരൂഢം ശിശുകോപഗൂഢം സ്തനന്തയന്തം കമലൈകകാന്തം സംബോധയാമാസമുദായ ശോധ ഗോവിന്ദദാമോദരമാധവേദി. ആ ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്ന് ഭഗവാൻ ഇരിക്കുക, ആ കുട്ടിക്ക് മുല കൊടുക്കുക. എന്താ ആ യശോദയുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കും. ഇതുപോലെ സുഗതം ചെയ്ത സ്ത്രീ വേറെ ആരുണ്ട്? അപ്പം അതുകൊണ്ട് യശോദയുടെയൊക്കെ ഒരു ഭാഗ്യം ഏതൊരമ്മയ്ക്കും ഒരു ഉണ്ണി ഉണ്ടാകുക എന്നുള്ളതാണ് ജന്മസാഫല്യം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രസവിക്കുന്ന ഒരു കുട്ടിയെ തനിക്കുണ്ടാവണം. കുട്ടി ഉണ്ടായ ഒരുപാട് നരകമുണ്ട്. എന്നാലും എന്തൊക്കെ ദുഃഖമാണെങ്കിലും ഒരു പുത്രൻ തനിക്കുണ്ടായാൽ, ഒരു ഉണ്ണി ഉണ്ടായാൽ എന്തൊരു സന്തോഷം. അത് സാധിക്കാത്ത എത്രയോ അമ്മമാർ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. കാരണം വിവാഹം കഴിച്ച് 10-12 വർഷമായി, എന്നിട്ടും മക്കളില്ല. അതൊരു ദുഃഖമല്ലേ? ആലോചിച്ച് നോക്കും. ഞാനൊരു സൂത്രം പറഞ്ഞു കൊടുക്കാറുണ്ട്. കുട്ടികൾ ഉണ്ടാകാനുള്ള സൂത്രമുണ്ട്, രഹസ്യമാണ്. അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ദ്രോഹിച്ചാൽ മതി. അപ്പം നമ്മളെ ദ്രോഹിക്കാൻ മക്കളുണ്ടാവുമല്ലോ. അതാണ് അതിൻ്റെ ശാസ്ത്രം. ദ്രോഹിക്കണം എന്നല്ല, അവരെ സ്നേഹിച്ചാൽ മതി. അപ്പോൾ നമ്മളെ സ്നേഹിക്കാൻ മക്കളുണ്ടാവും. അപ്പോൾ അതായത് ഈ ഒരമ്മയാവുക എന്നുള്ളതാണ് ജന്മസാഫല്യം. അത് സാധിക്കണം. അത് സാധിക്കാത്തവർ എത്ര പേരുണ്ട്? അതുമല്ല, ആ അവതരിക്കാൻ കുട്ടികളുണ്ടായ വലിയ വിഷമം. നേരത്തെ ഊണ് കഴിക്കാൻ പറ്റുമോ? കിടന്നുറങ്ങാൻ പറ്റുമോ? കുട്ടിയെ കിടത്തുറക്കി 100 കൂട്ടം പണി കഴിഞ്ഞാൽ 2 മണി 3 മണിയായിട്ടാണ് ഉച്ചാമ്പളത്തെ ഭക്ഷണം ഉണ്ട്. കഴിക്കാൻ നേരമില്ല. കുഴച്ച് കുട്ടി വായിൽ വയ്ക്കുമ്പോഴേക്ക് നിലവിളി കിട്ടും. കുട്ടിയെ കിടത്തി ഉറക്കിയതാണ്. കുട്ടിയുടെ നിലവിളി കിട്ടും. ആ ഉരുള അവിടെ ഇട്ടിട്ട് ഓടി. അവിടെ ചെന്നപ്പോൾ കളപ്പത്തിൽ ഇങ്ങനെ ആറാടി കളിക്കുക കുട്ടി. പിന്നെ കുട്ടിയെ കുളിപ്പിച്ച ഉടുപ്പൊക്കെ മാറി നേരത്തെ ഊണ് കഴിക്കാൻ വയ്യ, കിടന്നുറങ്ങാൻ പറ്റില്ല. രാവിലെ 5 മണിക്ക് ഇട്ടതാ. പണി കഴിയേണ്ട ഒരാൾ സഹായത്തില്ല. 2 ഓപ്പറേഷനും കഴിഞ്ഞു. കാരണം നോക്കണേ, 11 മണിയായി, പാത്രം മോറിയിട്ടില്ല. അവസാനം ഒരു ഭാഗത്ത് കിടക്കട്ടെ, നീണ്ടു നിവർന്ന് കിടക്കട്ടെ വിചാരിച്ചിട്ട് അമ്മ പാത്രം നാളെ രാവിലെ കഴുകാൻ എന്നെ കൊണ്ടാവില്ല, കൊട്ടത്തളത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് കിടന്നുറങ്ങാൻ പോയപ്പോൾ പകൽ മുഴുവൻ ഉറങ്ങിയിട്ടുള്ള കുട്ടി 12 മണിക്കാണ് കളിക്കാൻ കണ്ട സമയം. അമ്മയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക? അമ്മമാരുടെ ദുഃഖം, മക്കളുണ്ടായാൽ ഒരുപാട് ദുഃഖം. എന്നാലും ആ മക്കളെ ലാളിക്കുമ്പോഴുള്ള ആനന്ദം എത്രയെന്ന് പറയാൻ വയ്യ. അത് എന്തൊക്കെ ക്ലേശമുണ്ടെങ്കിലും ആ ബാലലീലകൾ കാണുമ്പോൾ അതെല്ലാം മറക്കാണ്. ഇവിടെ വേറൊരു അത്ഭുതം എന്താ വെച്ചാൽ, ജനിച്ചത് ദേവകിയുടെ പുത്രനായിട്ടാണ്. ആ ബാലലീലകൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് ദേവകിക്കല്ല, യശോദയ്ക്കാണ്. ഏറ്റവും സന്തോഷം ഏതാണ്? 10-12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കളികൾ എന്തൊരു ആനന്ദമാണ്. ചെറിയ പല്ലിങ്ങനെ വരുമ്പോൾ ആ കീരി പല്ല് കാണിച്ച് ഇങ്ങനെ കുട്ടി ചിരിക്കുക. ഉണ്ണിയുടെ പല്ലെടുത്ത് ചോദിക്കുമ്പോൾ തൊണ്ണ് കാണിച്ച് ഇങ്ങനെ ചിരിക്കുക. എന്തൊരു ആനന്ദമാണ്. 12 കഴിഞ്ഞ് 10-18 വയസ്സായിട്ട് +2 തോറ്റിട്ടുള്ള ഒരുത്തനോട് പല്ലെടുത്ത് ചോദിച്ചാൽ പല്ലും കാണിച്ച് ദംഷണം കാണിച്ചാൽ ആനന്ദമുണ്ടോ? അതൊക്കെ 10-12 ചെറിയ പ്രായത്തിൽ എന്തൊരു ആനന്ദമാണ്. മൂക്കെടുത്ത് ചോദിച്ചാൽ മൂക്ക് തൊട്ട് കാണിക്കുമ്പോൾ എന്തൊരു ആനന്ദമാണ് നമുക്ക്. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരുത്തോടെ മൂക്കെടുത്ത് ചോദിച്ചാൽ നല്ല കഥയായി. അതൊന്നും ആ കുട്ടിക്കാലത്ത് ആ കളികളാണ്. അതാണ് യശോദയുടെ മഹാഭാഗ്യം. അതുകൊണ്ട് അത് കാണാനുള്ള ഭാഗ്യം. അതുമാതിരി കുട്ടികളുടെ അടുത്ത് അച്ഛനൊക്കെ താടി വെച്ചിങ്ങനെ ഉറക്കി കുട്ടി, അച്ഛന് ആനന്ദം, കുട്ടിക്ക് വേദനയാണ്. അത് ചെറിയ കുട്ടിയാകുമ്പോൾ. വലിയ കുട്ടിയാണ് 10-20 വയസ്സായ തന്നെ താടി വെച്ച് വരച്ചാൽ അച്ഛൻ്റെ താടി മുറിയും. അപ്പോൾ അതാ ഒരു ഭാഗ്യം, സുഖം. അതായത് ഒരാൾ പ്രാർത്ഥിച്ചത് ഭഗവാൻ ഞങ്ങളുടെ പുത്രനായിട്ട് അവതരിക്കണമെന്നാണ്, വേറൊരാൾ പ്രാർത്ഥിച്ച ഭഗവാന്റെ ബാലലീലകൾ കാണുക എന്നുള്ളത്. അത് സാധിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തൊരു ഭാഗ്യ. ഓട്ടൂരിൻ്റെ ഒരു കവിത ഉണ്ട്. കാണാം അംഗത്തിലേറ്റാം തിരുവുടൽ തഴുകാം മസ്തകം വാസനിക്കാം തൊണ്ടിച്ചുണ്ടുമ്മ വയ്ക്കാം കവിളുകൾ തഴുകാം നുള്ളിടാം ഇക്ലിയാക്കാം ചാഞ്ചാടിക്കാം ചിലപ്പോൾ അരിശമൊടുരലിൽ കെട്ടി നന്നായി കൊടുക്കാം എന്തും ചെയ്യാം യശോദയ്ക്ക് അഖില ജഗതികൾക്കീശനാം തമ്പുരാന്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണ് തൻ്റെ ഉണ്ണിയായിട്ട് വന്നിട്ടുള്ളത്. ആ കുട്ടിയോട് ദേഷ്യം വന്നാൽ പിടിച്ച് കെട്ടി അവിടെ നിൽക്കാൻ അടങ്ങി ഇങ്ങനെയുണ്ട് ഒരു വികൃതി. ഒരലിൽ പിടിച്ച് കെട്ടിയിടാം, പാട്ടുപാടി ഉറക്കാം, എന്തെല്ലാം ഉമ്മ വയ്ക്കാം, എല്ലാം ചെയ്ത് ഇടയ്ക്ക് വേണമെങ്കിൽ കിളിയാക്കാം, ഇടയ്ക്ക് ചന്തിക്ക് ഒരു നുള്ളു കൊടുക്കാം. എന്തൊരു ഭാഗ്യം. ആരോട് ആരെയും കുട്ടി, ഏത് കുട്ടിയാണ്? അതാണ് യശോദയുടെ ഭാഗ്യം. അതാണ് വാസ്തവത്തിൽ അത്ഭുതങ്ങളാണ് ഓരോന്നും. ശൃംഗ്യഗ്നി ദംഷ്ടിജലദ്വിജ കണ്ടകേഭ്യ ക്രീഡാപരാവതി ചലൗ സ്വസുതൗ നിഷേദ്ധം ഗൃഹ്യാനി കർത്തുമപി എത്ര ച തജ്ജനന്യൗ ശേഖാതാപതുരലം മനസോനവസ്ഥ. ആ കുട്ടിക്കാലത്തുള്ള കളികൾ, കൊമ്പുള്ള മൃഗങ്ങളുടെ വാലൊക്കെ പിടിച്ച്, കൊമ്പും വാലൊക്കെ പിടിച്ച് കളിക്കുക, വലിക്കുക, തീ കൊണ്ട് കളിക്കുക. തീക്കൊള്ളിയൊക്കെ എടുത്തിട്ടേ ബലരാമനും കൃഷ്ണനും കൂടെ കളിക്കുകയാണ്. തീയുള്ള ഭാഗത്തൊക്കെ കൃഷ്ണൻ പിടിച്ചിട്ടുണ്ടാകും. പൊള്ളില്ല. അതാണ് അത്ഭുതമായിട്ടുള്ളത്. ഈ സർപ്പങ്ങളെ പിടിക്കുക, പാമ്പുകളെ പിടിക്കുക, വെള്ളം എടുത്തിട്ട് തലയിലൊഴിക്കുക, പക്ഷികളെ പിടിക്കുക, മുള്ളിലൂടെ കിടന്ന് ഓടുക. മുള്ളുകൂടെ ഓടിയിട്ട് കാലൊന്നും മുറിയും കൂടിയില്ല. അത്ഭുതം. അതാണ് എന്താ കാരണം എന്ന് ചോദിച്ചാൽ, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി മാവക ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുത. നൈനം ചിന്തന്തി ശസ്ത്രം. ആയുധങ്ങൾക്ക് ആത്മാവിനെ മുറിപ്പെടുത്താൻ സാധ്യമല്ല.
നയനം ചിന്തന്തി ശസ്ത്രം, നയനം ദഹതി, അഗ്നിക്ക് ദഹിപ്പിക്കാൻ സാധ്യമല്ല, വെള്ളത്തിന് അലിയിക്കാൻ സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞില്ല. അതാണ് ഈ കൃഷ്ണൻ ഓടി നടന്ന് തീ കൊണ്ട് കളിച്ചാലും മുള്ളിൽ കൊണ്ട് ഓടിയാലും ഇതൊന്നും കൃഷ്ണനെ ബാധിക്കില്ല. അപ്പോൾ ഇത് പറഞ്ഞിട്ട് അവസാനം പിന്നെ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷയേ വച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന. നയനം ചിന്തന്തി, ആയുധങ്ങൾക്ക് ആത്മാവിനെ മുറിക്കാൻ സാധിക്കില്ല. നയനം ദഹതി, അഗ്നിക്ക് ദഹിപ്പിക്കാൻ സാധിക്കില്ല ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാം അച്ഛേദ്യോയം അദാഹ്യം, ഇത് മുറിയാത്തതാണ്, ദഹിക്കാത്തതാണ്, അലിയാത്തതാണ്. ഇത് പറഞ്ഞത് തന്നെ പിന്നെയും പറയണോ? പറഞ്ഞതല്ല പറയണത്, ആദ്യം പറഞ്ഞതിൻ്റെ കാരണം പറയുക. ആദ്യം കാര്യം പറഞ്ഞു, ആയുധങ്ങൾക്ക് മുറിക്കാൻ സാധിക്കില്ല ആത്മാവിനെ. എന്തുകൊണ്ട്? അത് മുറിയാത്ത വസ്തുവാണ്, കാരണമാണ് പറയണത്. അതാണ് ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ കാരണം പറഞ്ഞ് സമർത്ഥിക്കണം. വെള്ളം കുത്തിന് അലിയിക്കാൻ സാധിക്കില്ല, എന്തുകൊണ്ടത് അലിയാത്തതാണ്. കാര്യകാരണങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കുക. ഈ ചിലതിക്കലൊക്കെ ആനക്കമ്പക്കാരുണ്ടല്ലോ, തൃശ്ശൂരൊക്കെ പറയേണ്ട ആനക്കമ്പാണ് മുഖ്യമായിട്ടുള്ളത്. അപ്പോൾ അവർ 4 ആൾ കൂടി ആനയെക്കുറിച്ചാണ് ചർച്ച മുഴുവൻ. പാറമേക്കാവിൽ പ്രഭാഷണം കഴിഞ്ഞ് ആനയുടെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആ കണ്ണുരുട്ടി ചോദിച്ചു. ആ ആന കണ്ടപ്പോൾ അയാളുടെ ഒരു സന്തോഷം. ഇത് ഏതാ ആന എന്നറിയാൻ അയാൾക്ക് വലിയ കമ്പ. എന്നെ കിട്ടിയതാ എൻ്റെ തൊട്ട്. ഇത് ഏതാ ആന? എനിക്കെന്താ ആന? ഞാൻ പറഞ്ഞ കൊമ്പും തുമ്പിക്കൈയില്ല, അതാണ് ആന, മറ്റേത് ആനക്കാരനാണ് പറഞ്ഞു. അതാണ് എന്താന? അപ്പോൾ ഇവരുടെ ചർച്ചാ വിഷയം ആനയെക്കുറിച്ചാണ്. അപ്പോൾ ആരോ പറഞ്ഞു, അമരമ്പലം കോലത്ത് വേട്ടേക്കർ എന്നൊരു ആന ഉണ്ടായിരുന്നു. അയ്യോ, അവനായിട്ട് തലയെടുപ്പ്, അവനായിട്ട് എഴുന്നള്ളിച്ച പിന്നെ ഒരു ആന എഴുന്നള്ളിച്ചിട്ട് കാര്യം, അത്ര തലയെടുപ്പാണ്. പക്ഷെ എന്താണെന്നറിയോ, ആരെയും കുത്തും. പിന്നെ എന്താ, പിന്നെ 2 പാപ്പന്മാരെ കുത്തി കൊന്നിട്ടുണ്ട്. 1-ാം പാപ്പന്മാർ, 2-ാം പാപ്പന്മാർ. അതാണ് ഇതിൻ്റെ ദോഷം. ആരും കേമാണ് വേട്ടേക്കാരൻ, പക്ഷേ ആരെയും കുത്തും. അതൊക്കെ വെറുതെ. ആരെയും എന്നെ കുത്തില്ല പറഞ്ഞു. ആനപ്പാപ്പന്മാരാണ്, എന്താ തന്നെ കുത്തില്ല. അതിൽ 1-ാം പാപ്പന്മാർ 2 ആളെ കൊന്നിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും, എന്നെ കുത്തില്ല പറഞ്ഞു. എന്താ, ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോവില്ല, അങ്ങനെ അടുത്ത് പോയാൽ. അപ്പോൾ ആദ്യം കുത്തില്ല പറഞ്ഞ കാര്യം, അതിൻ്റെ കാരണം ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോവില്ല. ഇതുപോലെ ശാസ്ത്രങ്ങൾ ആദ്യം കാര്യം പറയും, പിന്നെ കാരണം പറയും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഭഗവാന് ബാധകമല്ല. മുള്ളിക്കൂടെ ഓടിയ കാല് മുറിയില്ല, തീ പിടിച്ച് കളിച്ചാൽ പൊള്ളില്ല, ഇതൊക്കെയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അത്ഭുതങ്ങളാണ്. ഈ ഗോപസ്ത്രീകളുടെ ഹൃദയമാണ് വാസ്തവത്തിൽ ഭഗവാൻ മോഷ്ടിച്ചു. തവ ദധികൃത മോഷേ ഘോഷ യോഷാജനാനാം അപചത ഹൃതി രോഷോ നാവകാശം ന ശോക. അവിടെ പാലും വെണ്ണയൊക്കെ മോഷ്ടിച്ചിട്ട് ഈ ഗോപസ്ത്രീകൾക്ക് ദേഷ്യമൊന്നും വരുന്നില്ല, അവർക്ക് ദുഃഖമില്ല. കാരണം ഹൃദയം അഭിമൂഷിത്വ ഹർഷസിന്ധൗ നേതാസ്ത്വം. അവരുടെ ഹൃദയത്തെയാണ് അപഹരിച്ചത്. എന്നിട്ട് സന്തോഷത്തിൽ മുഴുകാണ് അവർ ആക്ഷേപം പറയാൻ വരികയല്ല യശോദനടുത്തേക്ക്. ആ പേര് പറഞ്ഞിട്ട് പോയാൽ ഒന്നും കൂടെ കൃഷ്ണനെ കാണാലോ എന്ന് വിചാരിച്ചാൽ. അതായത് അവരുടെ മനസ്സിനെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ലീലകളും ഭഗവാൻ ചെയ്തത്. അല്ലാണ്ട് ഭഗവാൻ ഒന്നും ആവശ്യമുണ്ടായിട്ടില്ല. ഇവർക്ക് ദേഷ്യവുമില്ല, ദുഃഖവുമില്ല ഗോപസ്ത്രീകൾക്ക്. കാരണം എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ ഓരോ ലീലകളും. പാല്, തൈര്, വെണ്ണ ഇതൊക്കെ എടുത്ത് ഭക്ഷിക്കും, പൂച്ചയ്ക്ക് കൊടുക്കും, പാത്രം പൊട്ടിക്കും. പാത്രമൊക്കെ പൊട്ടി പെടുന്ന ആക്ഷേപം പറഞ്ഞാൽ പാവം തോന്നിട്ട് യശോദ പാവങ്ങളാണ്. അവർക്ക് പാല് യശോദ കറന്നില്ല, നിങ്ങൾ പാല് കറന്നുകൊണ്ടേക്കോളും. എന്നോട് കാലവും പാല് കൊടുക്കണം. പാത്രം പൊട്ടിച്ചാൽ എന്താ ചെയ്യുക? ഇവിടെ പുതിയ പാലക്കാലുണ്ട്, ആ കാലം എടുത്ത് കൊടുക്കും. എന്ത് ചോദിച്ചാലും ഇവിടെ കൊടുക്കും. കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, അവിടെ കൊണ്ടുവയ്ക്കാനുള്ള കാര്യമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്നാൽ അത് തല്ലി പൊട്ടിക്കും. അത് പൊട്ടിച്ചോ നീ? ഇപ്പം അമ്മ ഇങ്ങോട്ട് തന്നിട്ട് നീ എന്തിനാ അത് പൊട്ടിച്ചത്? എൻ്റെ അമ്മ തന്നതല്ലേ, നിനക്കെന്താ നഷ്ടം? അപ്പോൾ അധികാരം പറഞ്ഞ് തല്ലി പൊട്ടിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ എന്തൊക്കെ പൊട്ടിച്ച ഏതൊക്കെ ലൗകിക വിഷയങ്ങളിലാണോ മനുഷ്യന് ആസക്തി, അത് നശിപ്പിക്കുക. എന്നാൽ ഭഗവാന്റെ നേരെ നമ്മൾ ആകർഷിക്കപ്പെടൂ എന്നുള്ളതാണ്. അത്ഭുതമാണ് ഭഗവാന്റെ ലീലകളെ. ഉപനന്ദൻ്റെ വീട്ടിൽ മോഷണത്തിന് പോയി പ്രഭാവതി, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഭാവതി ഒരു തവണ ഈ പീലി കണ്ടു. അപ്പോൾ കൃഷ്ണനാണ് തീരുമാനിച്ചു, ഒളിച്ചു നിന്നു. ഒരു തവണ കൃഷ്ണനെ പിടിച്ചിട്ട് യശോദയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. യശോദയോട് പറഞ്ഞു, വളരെ ദിവസമായി ഞാൻ പിടിക്കാൻ, അവിടെ സകലം മോഷ്ടിക്കുകയാണെന്ന്, എന്തൊരു കഷ്ടമാണ്, അതുകൊണ്ട് ശാസിക്കണം, നമ്മുടെ കുട്ടിയെ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ യശോദ നോക്കിയിട്ട് ചിരിക്കുക, നിങ്ങൾ തന്നെ ശാസിച്ചാൽ പോരെ. അല്ല, ഞങ്ങൾ ശാസിച്ചാൽ അമ്മ എന്നെ യശോദ എന്നെ ശാസിക്കാമെന്ന്. എന്താ, യശോദയുടെ കുട്ടിയല്ലേ, അപ്പോൾ യശോദയല്ലേ ശാസിക്കാമെന്ന്. എൻ്റെ കുട്ടിയാണെങ്കിൽ ഞാൻ ശാസിക്കാം, അത് എൻ്റെ കുട്ടിയല്ലേ. നോക്കുമ്പോൾ തൻ്റെ കുട്ടി പിടിച്ചു കൊണ്ടുവന്നത് കൃഷ്ണനെ, ഇവിടെ നോക്കുമ്പോൾ തൻ്റെ കുട്ടിയാണ്. അത്ഭുതമായിട്ടുള്ള ലീലകളാണ് ഇതൊക്കെ. എന്താ ഭഗവാൻ സാധിക്കാത്തത് ആലോചിച്ച് നോക്കും. എല്ലാം വെണ്ണയൊക്കെ മോഷ്ടിക്കുമ്പോൾ കൈ പിടിച്ചു കൊണ്ടുപോകാൻ മരുമകളെ പിടിച്ചുകൊണ്ട് പോകണം അമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ ഈ കൃഷ്ണൻ എന്ത് ചെയ്തു? ഈ വെണ്ണെടുത്ത് മരുമകളുടെ മുഖത്തെടുത്ത് വരട്ടി. ഇതാണ്ട് ഇവളാണ് അമ്മ എടുത്തത്, എന്നെ കുറ്റപ്പെടുത്താണ്. അപ്പോഴേക്കും അമ്മായിമ്മയ്ക്ക് ദേഷ്യം, നീയാണ് തിന്നണതല്ലേ മരുമകളുടെ. ഇങ്ങനെ അത്ഭുതമായിട്ടുള്ള ലീലകൾ. ഗോസ്ത്രീകളുടെ പരാതി, ചിലർ പാലൊക്കെ അച്ഛന് കൊടുക്കാൻ വേണ്ടി പാലൊക്കെ കാച്ചി വെച്ചിട്ടേ ആ പാലെടുത്ത് കുടിക്കും. എന്നിട്ട് ഗോമൂത്രമാക്കി വയ്ക്കും. അതിൽ അച്ഛന് പാല് കൊണ്ട് അച്ഛനെന്തൊന്നും അറിയില്ല, പാല വെച്ച് കുടിക്കുമ്പോഴാണ് ഗോമൂത്രം. അയ്യേ പറഞ്ഞ് തുപ്പി ബഹളായി. ഇങ്ങനെയുള്ള ലീലകൾ അത്ഭുതമാണ് ഓരോന്ന്. പായസമൊക്കെ എടുത്ത് കുടിക്കും, അതിൽ ചാണകമൊക്കെ കലക്കി വയ്ക്കും. അറിയാണ്ടെടുത്ത് കുടിച്ചാൽ പായസമല്ല ചാണകമാണ്, അപ്പോഴാണ് മനസ്സിലാവുക. അതുമാതിരി നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛന് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുക. അഥവാ നെയ്യപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചാണകം ഉരുള ഉരുട്ടി വെച്ചിരിക്കുക.
അച്ഛൻ സന്തോഷമായിട്ടിരുന്ന് വായിലിടുമ്പോഴാണ് ചാണകമാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെ എന്തെല്ലാം വിധത്തിൽ ഉപദ്രവിക്കാൻ സാധിക്കും. അതായത് അവരുടെ മനസ്സിനെ ആകർഷിക്കാനാണ്. ഭഗവാൻ ഇതൊന്നും ആവശ്യമുണ്ടായിട്ടല്ല. ഭഗവാനെ മറക്കാൻ കാരണമായിട്ടുള്ള എല്ലാം ഭഗവാൻ നശിപ്പിച്ച് ഭഗവാന്റെ നേരെ സ്നേഹം ഉണ്ടാവണം. അതാണ് ആവശ്യം നമുക്ക്, അതല്ലേ ഇല്ലാത്തത്. കണ്ണൻ ഒരു ദിവസം കണ്ണൻ മണ്ണ് തന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് ആക്ഷേപം. മണ്ണ് എന്തെല്ലാം നല്ല സാധനങ്ങൾ തിന്നാണ്, ഇവിടെ വരും ഞാൻ നോക്കട്ടെ എന്ന് വലിയ അമ്മ. ഞാൻ മണ്ണും തന്നില്ല, വെറുതെ പറയാണ്ട് പിന്നെ വെറുതെ പറയുന്നത് എൻ്റെ ഏട്ടനല്ലേ പറഞ്ഞത്, ബലരാമനല്ലേ പറഞ്ഞത്. ഏട്ടൻ എന്താ കളവ് പറഞ്ഞു, ആര് കളവ് പറഞ്ഞത്. അവസാനം വായ പൊളിച്ചു അമ്മ നോക്കിക്കോളൂ പറഞ്ഞു. നല്ല സന്തോഷമാവും, ലോകം മുഴുവനും വായിൽ കാണിച്ചു കൊടുക്കുക. അമ്മ ആകെ അന്തം വിട്ടു. ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണ്. എന്താ ഇതിൻ്റെ അർത്ഥം വെച്ചാൽ, ഞാൻ മണ്ണ് തിന്നതല്ല, മണ്ണ് എന്നെ തിന്നതാണ്. ഞാൻ ഈ ഭൂമിയെ ആശ്രയിച്ചില്ല, ഭൂമി എന്നെ ആശ്രയിച്ച് നിൽക്കുന്നു. ഇങ്ങനെയുള്ള വലിയ വലിയ തത്വങ്ങളാണ് കാണിക്കുന്നത്. പക്ഷെ അതൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. എന്താ ഈ അസമയത്ത് നീ വന്നത്? കണ്ണൻ പറഞ്ഞു, അസമയത്തല്ല, സമയത്തന്നെ ഞാൻ വന്നത്. നിങ്ങൾ വന്നിട്ട് പശു കുട്ടികളൊക്കെ അഴിച്ചു വിടാനാണ്. ഇനി അഴിച്ചു വിടുമോ? നീ അഴിച്ചു വിടാനാണോ ഞാൻ വന്നത്? ഓരോരുത്തരെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് താൻ വന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓരോ ലീലകൾ. ഉലൂഖല ബന്ധനം, ഓരോരോ കഥകളും പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, അതിൻ്റെ തത്വങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. അത്ഭുതമാണ്. ഉരലിലൊക്കെ കെട്ടിയിട്ടിട്ട് യശോദ വളരെ വിഷമിച്ചാൽ ഇവിടെ കെട്ടിയിരുന്ന കാണിച്ചാൽ എങ്ങനെയുണ്ട് ഒരു വികൃതി സഹിക്കാൻ വയ്യാണ്ട് മനുഷ്യന്. കാരണം ഉരലിൽ കെട്ടിയിരുന്നു. അവിടെ കിടന്നപ്പോൾ അളകുവരന്മാർക്കും മോക്ഷം കൊടുക്കാനാണ്, അളകുവരന് മണിക്കിരവന് മോക്ഷം കൊടുക്കാൻ വേണ്ടി കഥകളൊക്കെ നമുക്കറിയാം. അതായത് ഭഗവാന്റെ ഓരോ ലീലകളും അങ്ങനെയാണ്. പഴം വിൽക്കുന്ന ഒരു സ്ത്രീ വന്നിട്ട് പഴം വേണോ വെച്ചപ്പോൾ നോക്കട്ടെ നോക്കിയപ്പോൾ ആ പഴങ്ങളൊക്കെ സന്തോഷമായിട്ട് എടുത്തു കൊടുത്തേ. എന്നിട്ട് എന്താ ഒന്നുമില്ല. അപ്പോൾ എന്താ ഒരു പിടി നെല്ലോ ഒരു പിടി കയ്യിലെടുത്തിട്ട് കൊണ്ടുപോയിട്ട് അതിലിട്ടാണ് ധാന്യം. അതായത് ഈ കയ്യിൽ എത്ര കൊള്ളും അതാ കൊണ്ടുപോയിട്ട് ഇതാണ്. പക്ഷേ അവർക്ക് വിഷമം നോക്കിയപ്പോൾ അതിൽ മുഴുവൻ രത്നങ്ങളാണ്. വേഗം തലയിൽ വെച്ചിട്ട് ആ സ്ത്രീ പോയി അവിടെ നിന്ന് ഓടിപ്പോയി. ഭഗവാൻ സങ്കല്പിക്കാൻ വേണ്ടിയുള്ള ഓരോരോ ലീലകൾ അത്ഭുതമാണെന്ന് പറയും. എൻ മുഹൂർത്തം ക്ഷണമപി. അതുകൊണ്ട് ഈ ഭഗവാനെ നമ്മൾ നിമിഷം പ്രതി എപ്പോഴും ഭഗവാനെ ഓർക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ളത്. ഭഗവാനെ ഓർക്കുമ്പോൾ പാപകർമ്മം ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ ഒരാൾ കാണുന്നു സാക്ഷിയായിട്ട്, ഭഗവാൻ അറിയുന്നു എന്ന് വരുമ്പോൾ നമ്മൾ എങ്ങനെ പാപകർമ്മം ചെയ്യാം? നമ്മൾ ചിന്തിക്കുമ്പോഴേക്കേ മനസ്സിന് ഭഗവാനുണ്ട് സർവസാക്ഷിയായിട്ട്. അപ്പോൾ ആ ഒരു ദർശിച്ച ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വരില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുക എന്ന് പറയാനുള്ള കാരണം അതാണ്. ഒരു നിമിഷം മറക്കരുത്. എൻ മുഹൂർത്തം ക്ഷണമപി വാസുദേവോ ന ചിന്യതേ സാഹാനി തന്മഹച്ഛിദ്രം സാ ഭ്രാന്തി സാചവി. ഒരു നിമിഷം ഭഗവാനെ മറക്കുന്നു പറഞ്ഞാൽ അതാണ് സകല അപകടങ്ങൾക്കും കാരണം. അതുകൊണ്ട് മറക്കരുത്. അതാണ് എപ്പോഴും സ്മരണ സദാ മാനസ ബാലഗോപാലം. എപ്പോഴും ബാലഗോപാലനെ സ്മരിക്കുക. ഒരു നിമിഷം മറന്നാൽ അപ്പം തെറ്റി. അങ്ങനെ ദുഃഖങ്ങൾ വരുമ്പോഴൊക്കെ ഭഗവാനെ ആശ്രയിക്കാനാണ് ഒരു രക്ഷയിൽ. ആത്യന്തിക വ്യാധിഹരം ജനാനം ചികിത്സകം വേദവിദോ വദന്തി സംസാര താപത്രയനാശബീജം ഗോവിന്ദ ദാമോദര മാധവേദി. ആത്യന്തിക എല്ലാ രോഗങ്ങൾക്കും ശമനം ഉണ്ടാകാനുള്ള ഒരു ചികിത്സ. ആത്യന്തിക വ്യാധിഹരം ജനാനം ചികിത്സകം. വേദം നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർ പറയാം, എല്ലാവിധത്തിലുള്ള രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ചികിത്സ പറയുകയാണ്. സംസാര താപത്രയ നാശബീജം. മാത്രമല്ല ഈ സംസാരത്തിലുള്ള താപത്രയങ്ങൾ, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, അതായത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരേ ഒരു ചികിത്സ. ആര് പറഞ്ഞു? വേദം നല്ലപോലെ അറിയുന്നവർ പറഞ്ഞ ചികിത്സ, അല്ലാണ്ട് മുറിവൈദ്യന്മാർ പറഞ്ഞ ചികിത്സയല്ല. എന്താ ചികിത്സ? ഗോവിന്ദ ദാമോദര മാധവേദി. ഭഗവാന്റെ നാമം ജപിച്ചോളൂ. അതിലും വലിയൊരു ചികിത്സയില്ല. നമ്മൾ രോഗം വന്നാൽ വൈദ്യരെ കാണിക്കും. വൈദ്യർ കണ്ട് പരിശോധിച്ച് അങ്ങനെ ഉറക്കമുണ്ടോ ഊണുണ്ടോ ഒക്കെ ചോദിക്കും. ഉറക്കമില്ല വൈദ്യരെ, ഊണ് കഴിക്കാൻ വയ്യ, ഇങ്ങനെയൊക്കെ പറയും. സാരമില്ല, അപ്പോൾ ഇവിടെ വന്നോലോ, നന്നായി, ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് മരുന്നൊക്കെ എഴുതി കൊടുക്കും. നമുക്ക് സമാധാനമായി. മരുന്ന് ഒരാഴ്ച കഴിഞ്ഞ് വിവരം പറയാൻ പറഞ്ഞു. വിവരം പറയാൻ വൈദ്യർക്ക് വലിയ ഉറപ്പൊന്നുമില്ല, പലതും കൊടുത്തു നോക്കുകയാണേ. അങ്ങനെ മരുന്ന് കൊടുത്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛന് കൂടുതലായി. വീണ്ടും ചെന്നു, അച്ഛന് വളരെ കൂടുതലാണ്. അങ്ങനെ വരാൻ കാരണമല്ലല്ലോ. ആ ലിസ്റ്റ് നോക്കട്ടെ. വീണ്ടും മരുന്ന് മാറ്റി എഴുതി. ചെല്ലുമ്പോഴൊക്കെ മരുന്ന് മാറ്റി എഴുതി. സൂക്കടിനൊരു കുറവുമില്ല. അപ്പോൾ എന്താ അത് കാരണം ചോദിച്ചാൽ, ഈ മരുന്ന് മാറ്റല്ലാണ്ട് സൂക്കട് മാറൽ വൈദ്യരുടെ കയ്യിലല്ല. അവസാനം നമ്മൾ വൈദ്യരെ മാറ്റാൻ തീരുമാനിച്ചു. രോഗം ത്രിദോഷജനിതം. വാതപിത്ത കഫങ്ങൾ ദുഷിച്ചിട്ടാണ് രോഗമുണ്ടാകുന്നതെന്ന് ആയുർവേദം പറയുന്നു. അങ്ങനെ ആയുർവേദം പരാജയപ്പെടും. അവസാനം ആളുകൾ പറഞ്ഞു, അതെ, ഈ ആയുർവേദം വെച്ചുകൊണ്ടിരുന്ന രോഗമൊന്നും പെട്ടെന്ന് മാറില്ല, അതുകൊണ്ട് അല്ല ഇംഗ്ലീഷ് വൈദ്യം കാണിക്കാൻ നല്ലത്. അങ്ങനെ അലോപ്പതി പോയി. അവിടെ പോയാൽ ക്യൂ നിൽക്കണം. അവിടെ ഓരോരുത്തർ വിളിക്കും. ഡോക്ടർക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ വിളിക്കും. പേരെന്താ ബേബി, വയസ്സ് 17, ആണോ പെണ്ണോ, അത് പൂരിപ്പിക്കാനോ, കോളം പൂരിപ്പിക്കാനോ, പിന്നെ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ, അപ്പോൾ രോഗം എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അതെന്താ എന്ത് രോഗമായാലും ഗവൺമെൻറ് ആസ്പത്രിയല്ലേ, ഒരു ചുവന്ന വെള്ളം ഒരു പച്ചവെള്ളം, ഏത് രോഗമായാൽ എന്താ
അങ്ങനെ പറഞ്ഞാൽ അപ്പം നമ്മൾ പിന്നെ വേദന അവിടെ വേദന എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ ഡോക്ടർ നാവ് നീട്ടാൻ പറയും. എന്തിനാ പിന്നെ വീട്ടിലല്ലോ അയാൾ അടുത്ത ആളെ വിളിച്ചു. ഇങ്ങനെ ചികിത്സിച്ചിട്ട് ഒന്നും മാറുന്നില്ല. അതുകൊണ്ട് അവസാനം മന്ത്രവാദിയെ വിളിക്കുക. കാരണം ഇങ്ങനെയുണ്ടോ എന്ത് ചികിത്സിച്ചിട്ട് മാറാതെ? രോഗം ത്രിദോഷജനിതം വിഷജോവദന്തി ജ്യോതിർവിദോ. പണിക്കരെ വിളിച്ച് പ്രശമിക്കാം. പണിക്കർ പറഞ്ഞ ഗ്രഹനിപീഡന മാമനന്തി. ഗ്രഹനില തകരാറാണ്, വളരെ ചീത്ത സമയമാണ്. 8ലാണ് ഗുളികന്, അഷ്ടമേ ഗുളികൻ നിൽക്കെ പെട്ടെന്ന് മരണം തരണം, പെട്ടെന്ന് മരിക്കുക വേണ്ടത്. പക്ഷെ പേടിക്കാനില്ല. മാന്തി ദോഷമോ ഗുരുർഹന, ഈ ഗുളികൻ്റെ ദോഷം വ്യാഴദൃഷ്ടി പരിഹരിച്ചു. വ്യാഴം അനുകൂലമാണ് ഗുരുവായൂരപ്പനെ, അതുകൊണ്ട് പേടിക്കാനില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചൊവ്വാദശയാണ് അതിൽ കേതുവിൻ്റെ അപഹാരം, അപകടം ഇപ്പോൾ പണിക്കാരെടുത്ത് പോയില്ലല്ലോ. അങ്ങനെ പണിക്കാരെ കുറേ ചെയ്യാൻ പറഞ്ഞു, വഴിപാടുകൾ കഴിക്കാൻ പറഞ്ഞു. അതൊക്കെ കഴിച്ചിട്ട് ഒന്നും മാറുന്നില്ല. അവസാനം മന്ത്രവാദിനെടുത്ത് പോയി. ആരെങ്കിലും കാര്യമായിട്ട് മന്ത്രവാദി കണ്ടപ്പോൾ പറഞ്ഞു ഇതൊക്കെ കാര്യമായിട്ട് അവനവൻ്റെ ആളുകൾ തന്നെ ചെയ്തു. എപ്പോൾ ഇവിടെ വന്നത് നന്നായി, ആർക്ക് നന്നായി? മന്ത്രവാദിക്ക് നന്നായി. എന്നിട്ട് ഒരു ചാർത്ത എഴുതാണ്. എന്താ ചാർത്ത? 3 മീറ്റർ പട്ട, സ്വർണം കൊണ്ട് 1,000 രൂപ. മന്ത്രവാദിയുടെ മകൾ 8ാം ക്ലാസ്സിൽ, അതാ 3 മീറ്റർ പട്ട പാവാടയ്ക്ക് സ്വർണം കൊണ്ട് 1,000 രൂപ. അതൊക്കെ മന്ത്രവാദിക്കുക. ഇതൊക്കെ ചെയ്താലും രോഗം മാറുമൊന്നുമില്ല. അവസാനം നമ്മളെ അത് ഗോവിന്ദത ഇതൊന്നും വേണ്ട, ഭഗവാനെ ആശ്രയിക്കൂ നിങ്ങൾ. അതല്ലാതെ രോഗശമനത്തിനല്ല, സംസാര ദുഃഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരേ ഒരു ചികിത്സ ഭഗവാനെ ആശ്രയിക്കൽ മാത്രമല്ല. ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളത് അത്ഭുതമാണ്. അധികാരി ഭേദമില്ല, ആർക്കും ജപിക്കാലോ. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളും ആർക്കും ഉടനരുതാത്തതല്ല. ഹരിനാരായണായ ശുദ്ധം മാറിയിരിക്കുമ്പോൾ നാമം ജപിക്കാം, തടസ്സമില്ലല്ലോ. മരിച്ച പോലെയിൽ ജപിക്കാം, എല്ലാ സമയത്തും ആർക്കും നാമം ജപിക്കാം. മരിച്ച പോലെയല്ലോ, അയ്യോ മരിച്ച പോലെയിൽ നാമം ജപിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചത്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമശിവായ ചെല്ലുമ്പോൾ കുടുംബത്തിലൊരാൾ മരിച്ചാൽ സന്തോഷം, 10 ദിവസം കുറച്ച് ദിവസം നാമം ജപിക്കണം, നമശിവായ ചെല്ലണ്ടല്ലോ. പക്ഷേ ആചാര്യം പറഞ്ഞു മരിച്ച പോലെയിൽ നാമം ജപിക്കാം. അപ്പോൾ ഒരാൾക്ക് സംശയം, സപ്താഹം നടത്തുന്ന ആളോട് ചോദിച്ചാൽ ഒരു സംശയം ചോദിക്കട്ടെ, ഈ മരിച്ച പോലെയിൽ എങ്ങനെ നാമം ജപിക്കാൻ പാടുണ്ടോ? അതിപ്പോൾ എല്ലാ പോലെയിലും പാടുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു പോലെയിൽ ഏതായാലും പാടില്ല. അതെന്താ? അവനവൻ മരിച്ച പോലെയാണെങ്കിൽ ജപിക്കാൻ പാടില്ല പറഞ്ഞു. അതായത് മരിച്ച പോലെയിൽ നാമം ജപിക്കാൻ ഒരു തടസ്സമില്ല. അതാണ് നമുക്ക് സാധിക്കുന്നത്. നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം വെച്ചാൽ ഭഗവാനെ എല്ലാ സമയത്തും സ്മരിക്കുന്നു എന്നുള്ളതാണ്. അത് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ തിരുനാമത്തെ ആശ്രയിച്ചോളൂ എന്നുള്ളതാണ് ആചാര്യന്മാർ പറയുന്നത്. അത് എല്ലാവിധ രോഗങ്ങൾക്കും നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയതാണ്. ഈ ഭക്തൻ്റെ മനസ്സ് വേദനിച്ചാൽ ഭഗവാനും അത് വേദനിക്കും. അതുകൊണ്ട് ഭക്തന്മാരുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കാം. ഭക്തന്മാരുടെ മനസ്സ് വേദനിച്ചാൽ ഭഗവാൻ അത് താങ്ങില്ല. കുറൂരമ്മയുടെ ഒരു കഥയുണ്ടല്ലോ. അതായത് കുറൂരമ്മയ്ക്ക് കാഴ്ചയൊക്കെ കുറവായി, ഭഗവാൻ കൂടെ ഉള്ള ആളാ, കാഴ്ചയൊക്കെ കുറവായി. അപ്പോൾ ഒരു സഹായത്തിനൊരു ഉണ്ണിയുണ്ട് അവിടെ. ആ ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി കൃഷ്ണപൂജ നടത്തിയിട്ട് എത്ര കാലമായി, വില്ലുമംഗലം സ്വാമിയാരോട് ഒന്ന് വരാൻ പറയൂ, അദ്ദേഹത്തിന് എപ്പോഴാണ് സൗകര്യം ചോദിക്കും, ഇവിടെ ഒരു കൃഷ്ണപൂജ നടത്തണം എന്ന് പറഞ്ഞു എന്നാണ് കഥ. അപ്പോൾ സഹായത്തിനുള്ള ഉണ്ണി പോയി വില്ലുമംഗലത്തിൻ്റെ അടുക്ക പോയി പറഞ്ഞു, കുറൂരമ്മ അവിടെ ഒരു കൃഷ്ണപൂജ നടത്തണമെന്നുണ്ട്, അങ്ങേക്ക് എപ്പോഴാണ് സൗകര്യമാകാമെന്ന് ചോദിക്കാൻ പറഞ്ഞു. വളരെ സന്തോഷമായി. വില്ലുമംഗലത്തിന് കുറൂരമ്മയോട് ബഹുമാനമാണ്, കുറൂരമ്മയ്ക്ക് വില്ലുമംഗലത്തോടും ബഹുമാനമാണ്. അപ്പോൾ ഈ വില്ലുമംഗലം പൂജിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഭഗവാൻ നേരിട്ട് വന്നിട്ട് പ്രസാദം വാങ്ങും. അതാ പ്രത്യേകത. ആ വില്ലുമംഗലം വന്നാൽ ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ വില്ലുമംഗലത്തിനോട് പറഞ്ഞപ്പോൾ ഞാൻ വരാം, എപ്പോഴാണ് ഈ 30 വ്യാഴാഴ്ച, ഈ വ്യാഴാഴ്ച തന്നെ വരാനോ? ഞാൻ സന്തോഷമായി ഇവിടെ വന്ന് പറഞ്ഞു, അമ്മേ വില്ലുമംഗലം വരാമെന്ന് പറഞ്ഞു. സ്വാമിയാരെ വ്യാഴാഴ്ച വരാം, എല്ലാം ഒരുക്കിക്കൊള്ളാനാണ് പറഞ്ഞത്. അമ്മയുടെ ഒരു സന്തോഷം. അദ്ദേഹം വരുമെന്ന് വിചാരിച്ചില്ല. അദ്ദേഹമൊക്കെ തൻ്റെ വീട്ടിൽ വരാൻ പറഞ്ഞാൽ അത്ര പുണ്യമല്ലേ. ഉണ്ണി വളരെ സന്തോഷമായി. ഉണ്ണി തന്നെ വേണം കേട്ടോ ഒരുക്കാൻ, അമ്മയ്ക്ക് കാഴ്ചയൊക്കെ വളരെ കുറവല്ലേ, അതുകൊണ്ട് ഉണ്ണി ഞാൻ വരാലോ അമ്മ, നേരത്തെ ഞാൻ വരില്ലേ, ഞാൻ ഒരുക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യാഴാഴ്ച ദിവസം വന്നു. ഉണ്ണി വന്ന് സാധനങ്ങളൊക്കെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതെല്ലാം ഉണ്ട്. ഇതൊക്കെ വേണ്ട മാതിരിയൊക്കെ ഓരോന്ന് വയ്ക്കേണ്ട സ്ഥാനമുണ്ടല്ലോ, കിണ്ടി വയ്ക്കേണ്ടത്, കുടമണി വയ്ക്കേണ്ടത് ഓരോന്നോരോ സ്ഥാനത്തുണ്ട്. അതൊക്കെ വേണ്ടതുപോലെ വയ്ക്കാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ വെച്ചോളാമേ. അമ്മ അകത്ത് പോയി വന്ന് വിളിക്കും, ഒക്കെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ അമ്മയ്ക്ക് അല്പം ഇത്ര പെട്ടെന്ന് ഉണ്ണി എങ്ങനെ, അതൊക്കെ ഞാൻ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിട്ട് പഠിച്ചതാണേ. അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചു. എന്തോ ഒരു സന്തോഷം. ഇനി സ്വാമിയാർ വരും. സ്വാമിയാർ വരുമ്പോൾ പല്ലക്കല്ല അവരെ ശബ്ദം കേട്ടാൽ പഠിക്കലേക്ക് ചെല്ലണം, എന്നിട്ട് സ്വാമിയാരെ കൂട്ടിക്കൊണ്ടുവരണം. നമ്മളെ പുണ്യല്ലേ ഉണ്ണി, ആ സ്വാമിയാരൊക്കെ നമ്മുടെ വീട്ടിൽ വരികയെന്ന് പറഞ്ഞാലെന്നൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ സ്വാമിയാർ വരുന്ന ശബ്ദം കേട്ടു. ഉണ്ണി ഞാൻ കൊണ്ടുവരാമ്മ വിഷമിക്കേണ്ട പറഞ്ഞ് പഠിക്കലേക്ക് ഓടിച്ചെന്ന് പല്ലൊക്കെ അവിടെ നിർത്താണ്ട പോവുക. അപ്പോൾ ഉണ്ണി പിന്നെ എന്താ എവിടേക്കാണ് പോണത്? സാമൂതിരി കോവിലകത്തേക്ക്. അവിടെ പെട്ടെന്നൊരു പൂജ ഉണ്ടാവണം, അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാമെന്നാ. അപ്പോൾ ഇവിടേക്ക് വരുന്നില്ല. അപ്പോൾ ഉണ്ണി ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മേ ഇന്ന് സ്വാമിയാർ വരില്ലേ, എത്ര വരില്ലേ, ഇന്ന് വരാമെന്നാണല്ലോ പറഞ്ഞത്. അതേ സാമൂതിരി കോവിലകത്തൊരു പൂജയുണ്ട്, അങ്ങോട്ട് പെട്ടെന്ന് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോവുകയാണെന്നാണ് പറഞ്ഞത്.
ആകെ അമ്മ ഇങ്ങോട്ട് തളർന്നു. എൻ്റെ ഉണ്ണി സ്വാമിയാരെ ഇങ്ങനെ ചെയ്തു എത്ര മോഹിച്ചിട്ടാണ്. ഏതായാലും എല്ലാം ഒരുക്കി തന്നു നീ. ഇതൊക്കെ ഉണ്ണി ഈ സ്വാമിയാരെ ഈ പാവത്തിനോട് ഇങ്ങനെ ചെയ്തു കണ്ടു കാണാൻ വയ്യാത്തത് കൊണ്ടല്ലേ? ആർക്കും വേണ്ടാത്ത ഈ പാവത്തിനെ സഹായിച്ച നീ. ഏതാ ഉണ്ണി? അമ്മയ്ക്ക് എന്നെ അറിയാം. അമ്മ ഇങ്ങോട്ട് നോക്കൂ. എന്തിനാ ഉണ്ണി കണ്ടു കാണാൻ വയ്യാത്ത എന്നെ പരിഹസിക്കണത് നീ എന്നും അല്ല. അമ്മയ്ക്ക് എന്നെ കാണാൻ അമ്മ ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മ കണ്ണു വീഴിച്ച് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത്ഭുതപ്പെടാണ്. ഉജ്ജ്വലമായൊരു തേജസ് എൻ്റെ ഉണ്ണി. ഞാൻ എന്തായി കാണണേ? സാക്ഷാൽ ഗുരുവായൂരപ്പൻ പൊന്നുണ്ണിയല്ലേ എൻ്റെ മുമ്പിൽ. ഉണ്ണി എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഭഗവാൻ തന്നെ. എൻ്റെ കൃഷ്ണ, ഇത്രയും നേരം എൻ്റെ അടുത്ത് നിന്നിട്ട് എന്നെ പരീക്ഷിക്കായിരുന്നു അല്ലേ? എൻ്റെ കണ്ണന് വിശക്കണില്ലേ? അമ്മ എന്താ തരേണ്ടത്? അപ്പം അതിൻ്റെ മുമ്പേ ഉണ്ണി പറഞ്ഞു, അമ്മയ്ക്ക് വിശക്കണു, ഈ കഥയിലെപ്പോൾ അയ്യോ അമ്മ ഉണ്ണി കഴിക്കരുത്, അത് കൃഷ്ണന് നേദിച്ചാൽ ഒക്കെ ഉണ്ണിക്കുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു തന്നെ. ഉണ്ണിക്ക് വിശക്കണില്ലേ? അമ്മ എന്താ തരണ്ട? അമ്മയ്ക്ക് എനിക്ക് ഈ കദളിപ്പഴം തന്നെ ധാരാളം പറഞ്ഞു. ഉണ്ണി വിഷമിക്കേണ്ട. ഉടനെ ആ കദളിപ്പഴം എടുത്ത് തോലൊക്കെ കളഞ്ഞിട്ട് തോല് കൃഷ്ണന് കൊടുക്കുകയാണ്, കുട്ടിക്ക് കൊടുക്കുകയാണ്, പഴം വേറെ കളി. അതൊന്നും ഓർമ്മയില്ല. അതൊക്കെ ആർത്തിയോട് കൂടി കഴിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞു സാമൂഹിക കോലത്ത് ചെന്നു. അവിടെ പൂജ എന്തായി? വെള്ളുമംഗലത്തിന് ക്ഷണിക്കാൻ കാരണം വെച്ചാൽ അദ്ദേഹം പൂജയ്ക്കുമ്പോൾ ഭഗവാനെ നേരിട്ട് കാണാലോ വിചാരിച്ചിട്ടാണ്. അവിടെ പൂജയ്ക്ക് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം തേച്ച് അവസാനം ഭഗവാനായ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. അത്രയും പറയുമ്പോഴേക്ക് ഭഗവാൻ പ്രത്യക്ഷമായിട്ടാണ് വരും. ഭഗവാനെ കാണാനില്ല. ആ പരിഭ്രമമായി വെല്ലുമംഗലത്തിന്. ഒന്നും കൂടെ ഭഗവാനെ ധ്യാനിച്ചിട്ട് ഒന്നും കൂടെ ജപിച്ചു. അപ്പോഴും ഭഗവാനെ കാണാനില്ല. അയ്യോ ഭഗവാൻ എവിടെ? എൻ്റെ കൃഷ്ണ നീ എവിടെയാണ് എന്ന് ചോദിക്കുക. അപ്പം അശരീരി കേട്ടു അത്രേ. വെല്ലുമംഗലം, എൻ്റെ അവരിനേക്കാൾ മധുരമായ നിവേദ്യം നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ വിളിച്ചാലും ഇന്ന് വരാൻ പ്രയാസമാണ്. കൃഷ്ണ നീ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ മടിയിലാണ്. അപ്പോഴാണ് ഓർമ്മ വന്നത്, ഞാനിന്ന് കുറൂരില്ലത്ത് ചെല്ലാമെന്ന് പറഞ്ഞതാണ്. അയ്യോ എനിക്ക് അബദ്ധം പറ്റി. സാമൂഹ്യ രാജാവ് അവിടെ നിൽക്കേണ്ട കൃഷ്ണനെ കാണാൻ. അവിടുന്ന് എഴുന്നേറ്റ് ഓടി വെല്ലുമംഗലം അമ്മയുടെ വീട്ടിൽ വന്നു. അമ്മേ എൻ്റെ കണ്ണൻ എവിടെ? അമ്മേ ഇതാ സ്വാമി എൻ്റെ മടിയിലിരിക്കുന്നു, എനിക്ക് കാണാനില്ലല്ലോ അമ്മേ, എൻ്റെ കണ്ണനെ കാണിച്ചു തരും അമ്മേ എന്ന് പറഞ്ഞ് വെല്ലുമംഗലം കരയാണ്. എൻ്റെ മടിയിലിതാ ഭക്തയുടെ മടിയിൽ ഭഗവാൻ ഇരിക്കുകയാണ്. വെല്ലുമംഗലത്തിന് കാണാനില്ല. അതാണ് തൻ്റെ ഭക്തന്മാരുടെ മനസ്സ് വേദനിച്ചാൽ താങ്ങില്ല ഗുരുവായൂരപ്പന്. അത് നമ്മുടെ മനസ്സിൻ്റെ പരിശുദ്ധി പോലെ ഇരിക്കും. സാധിച്ചാൽ നമുക്കും ഇതൊക്കെ അനുഭവമാണ്. എന്തെല്ലാം അത്ഭുതങ്ങളായ അപകടങ്ങൾ വരുന്നു. ആരാ നമ്മളെ രക്ഷിക്കുന്നത്? ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഭഗവാനെ കിട്ടണമെങ്കിൽ മറ്റൊന്നും വേണ്ട, വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. പക്ഷേ ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക. ആ നാമം ജപിച്ചാൽ യാതൊരു സംശയവുമില്ല ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിലുണ്ടാവും. ഭഗവാൻ അനുഗ്രഹിക്കും. ഭഗവാന്റെ അനുഗ്രഹവും ദിവ്യമാണ്. ഭഗവാൻ എങ്ങനെ അനുഗ്രഹിക്കുക? ചിലപ്പോൾ ആപത്ത് താരും. ആജു ഇങ്ങനെ ആപത്ത് വന്നു. ഈ ആപത്ത് അനുഗ്രഹമാണെന്ന് പിന്നെ മനസ്സിലാവുക. ഓരോ ആപത്ത് വരുമ്പോൾ പതറരുത്. ഞാൻ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു, ഭഗവാൻ എന്നെ രക്ഷിച്ചോളൂ. ആ ഒരു ധൈര്യം. ഭട്ടതിരിപ്പാട് നാരായണീയത്തിലൊരു ശ്ലോകം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതായത് വാതരോഗം കൊണ്ടാണല്ലോ ഭഗവാൻ വരച്ചത്. വാതരോഗം മാറുന്നില്ല. അവസാനം പറയേണ്ട ഭഗവാനെ വാതരോഗത്തിനൊരു ശമനമില്ല, ഒന്നുകിൽ അങ്ങത് മാറ്റിത്തരാൻ പറ്റില്ല. അച്ഛൻ പറയാം ഭട്ടേരി ഇത് മാറ്റിത്തരാൻ പറ്റില്ല. ചില രോഗങ്ങൾ മാറ്റാൻ പറ്റാത്തതുണ്ട്, പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ സ്ഥലം വിട്ടോളാം. കാരണം ആളുകൾ ചോദിക്കും, ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ ഭജിച്ചിട്ട് വാതരോഗം മാറിയോ എന്ന് ചോദിക്കുമല്ലോ. ഇത് മാറിയല്ലോ എന്ന് പറഞ്ഞാൽ നാളെ ആരാ ഗുരുവായൂരപ്പനെ ഭജിക്കുക? ഒന്നുകിൽ മാറ്റിത്തരാം, അല്ലെങ്കിൽ പറ്റില്ല, ഞാൻ സ്ഥലം വിട്ടോളാം. അപ്പോൾ ആളുകൾ ചോദിക്കും, അപ്പോഴും ചോദിക്കും മാറിയോ? അതിന് അയാൾ മുഴുവൻ ഭജന മുഴുമിച്ചില്ലല്ലോ, അവിടെ സ്ഥലം വിട്ടില്ലേ? പിന്നെ എങ്ങനെ മാറുക? അതുകൊണ്ട് അകീർത്തിസ്തേമ ഭൂദ്വരത, ഗുരുവായൂരപ്പ അങ്ങയ്ക്ക് ഒരു ചീത്ത പേരുണ്ടാവരുത്. ഒന്നുകിൽ മാറ്റിത്തരാം, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ പൊക്കോളാം. അത് വളരെ ഇഷ്ടപ്പെട്ടതാണ് എനിക്ക്. നമുക്കൊക്കെ എന്ത് വരുമ്പോഴും ഭഗവാൻ അങ്ങനെ. ഇപ്പം എൻ്റെ അവസ്ഥ കുറച്ച് ഒരു 6 മാസം 1 കൊല്ലത്തോളമായി ഞാൻ പ്രഭാഷണങ്ങൾക്ക് പോകാറില്ല. ഇവിടെ വിജയമേനോൻ നിർബന്ധിച്ചപ്പോൾ വയ്യാനിക്ക് തീരെ ശാരീരികമായിട്ട് വളരെ ക്ഷീണത്തിലായിരുന്നു. അതൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ധൈര്യമായിട്ട് വന്നു തന്നെ. കാരണം മഹാത്മാക്കളെ സത്യം പറയില്ല അത്രേ, അവർ പറയുന്നത് സത്യമായിട്ട് തീരും. അങ്ങനെയാണ്. അപ്പോൾ വിജയമേനോൻ ഒരു വാക്കിലുള്ള ഒരു ബലത്തിൽ വന്നതാണ്. പാട്ട് പാടാൻ ശക്തിയില്ല, എനർജിയില്ല. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് പാടേണ്ട മാഷ് കഥ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ്.
സന്തോഷം. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമായിരുന്നു. ഈ ഒരു കെട്ടിടം പോലും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് കിഴക്കേതാ പടിഞ്ഞാറേതാ മനസ്സിലാവില്ല എനിക്ക്. ഞാൻ ചോദിച്ചു കിഴക്കേതാന്ന്. ഇങ്ങനെ ഇത്രയും 10-20 അടി ഉള്ള ചതുരശ്രാടിയുള്ള ഈ കെട്ടിടം കാണാനും അടുത്ത തവണ തരാമോ നമുക്കറിയില്ലല്ലോ. തരായ ഭാഗ്യം. ഏതായാലും എൻ്റെ വിശ്വാസം ഒന്നും കൂടെ സുഖമായിട്ട് അടുത്ത തവണ വരാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. വന്നാലും ഒന്നില്ലെങ്കിൽ ഇത്രയും കാണാൻ പറ്റിയല്ലോ. വളരെ വളരെ സന്തോഷമായി. നിങ്ങളൊക്കെ ഒരു തവണയും കൂടെ കാണാൻ സാധിച്ചു. വരാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചു. അത്ര ക്ഷണിച്ചാൽ എവിടെയും പോയിട്ടില്ല ഒരു കൊല്ലമായിട്ട്. ഗുരുവായൂർ മാത്രം വിജയശിവരം ഒന്ന് പോയി. അതിന് സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ വയ്യ. കാറെടുത്തിട്ടാണ് അത്യാവശ്യം കാര്യത്തിന് പോകണം. അപ്പോൾ ഇവിടെ വന്ന് കാണാൻ പറ്റി. വളരെ സന്തോഷമായി. അതുകൊണ്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല. കീർത്തനങ്ങളൊക്കെ ധാരാളം പാടേണ്ടതാണ്. പക്ഷേ പാടാൻ വയ്യ. കീർത്തനങ്ങൾ പാടണ്ടെന്ന് വെച്ചു. കാരണം ശബ്ദം നന്നല്ലെങ്കിൽ പാട്ട് നിർത്താനേ. ഈ നെടുങ്ങാടിയും നമ്പീശനും കഥകളിപ്പാട്ടിൽ അതിഗംഭീരന്മാരാണ്. അവരെ കാണാനുണ്ട് കേൾക്കാനുണ്ട്. ഒരു തവണ നെടുങ്ങാടിയെ കണ്ടു, മണ്ണാർക്കണ്ടു. എന്താ നെടുങ്ങാടി പാട്ട് നിർത്തിയതാ ചോദിച്ചു ഞാനേ. അതെ, നല്ല കാലത്ത് കുറേ പാടി ശബ്ദം അറിഞ്ഞ് എന്തിനാ പറഞ്ഞ ആളെ ബുദ്ധിമുട്ടിയാണ് പാട്ട് നിർത്തി പറഞ്ഞു. അപ്പോൾ നല്ല സമയത്ത് പാടുക, അല്ലെങ്കിൽ പാടാണ്ടിരിക്കാൻ നല്ലത്. ഏതായാലും ഭഗവാന്റെ കഥ കുറച്ച് നേരം സ്മരിക്കാൻ സാധിച്ചു എന്നുള്ള കൃതാർത്ഥത എനിക്കുണ്ട്. ഏതായാലും എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ. ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം ഇനി ഉണ്ടാവട്ടെ. ഇങ്ങനെയൊരു മഹാത്മാവ് ലോകത്തെവിടെയുണ്ട് ഇതുപോലൊരു വേദി? നമ്മുടെയൊക്കെ സുഹൃതം വരാൻ കാണാൻ സാധിക്കുന്നതിന് സുഹൃതം. അത് സാധിച്ചു. അതിന് ഗുരുവായൂരപ്പനോട് നന്ദി പറയുക. എല്ലാവർക്കും ശ്രേയസ് ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.